പ്രൈസ് ദി ലോർഡ്. വിമൻ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ഇന്ന് നമ്മളോടൊപ്പം ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് ആ കുടുംബത്തെ ക്ഷണിക്കുന്നതിന് മുന്നേ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം നാം ഇരിക്കുന്ന ഇടങ്ങളിലെല്ലാം പ്രവർത്തിപ്പാനിടയായി തീരട്ടെ. ഈ വീഡിയോ കാണുന്ന ഓരോ ദൈവമക്കൾക്കും ഇന്നത്തെ സെക്ഷനിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. നിൻ്റെ അടുക്കലേക്ക് ഞങ്ങൾക്കൊന്നിച്ച് അടുത്ത് വരുവാൻ അവിടുന്ന് നൽകിയ സാവകാശത്തിനായി സ്തോത്രം. പ്രത്യേകമായി കർത്താവെ, ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ ദാസനായ ദാസിക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ, നിൻ്റെ ജനത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിനും വിശ്വാസത്തിൻ്റെ വർധനവിനും കാരണമാക്കി തീർക്കണം. സന്നിധിയിലേക്ക് മറ്റുമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. അതിനായി സമർപ്പിക്കുന്ന പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ നിമിഷം മുതൽ ഞങ്ങളുടെ ബെനഡിക്ഷൻ പ്രയർ വരെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം. കർത്താവെ, ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളെയും മുദ്രയിടുന്നു. വൻകാര്യങ്ങളെ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സകല മാനവും സകല മഹത്വത്തെ കർപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാടകണമേ. അമേൻ, അമേൻ, അമേൻ. ജർമ്മനിയിൽ നിന്നുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ വേല ചെയ്യുന്നൊരു കുടുംബമാണ് ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. പ്രിയ സിസ്റ്റർ ജാൻസി ഷാജു, പാസ്റ്റർ ഷാജു സാമുവൽ, രണ്ടുപേരെയും കുടുംബമായിട്ട് ഞങ്ങൾ നമ്മുടെ ലൈവിലേക്ക് വെൽക്കം ചെയ്യുന്നു. സന്തോഷമായിട്ടിരിക്കുന്ന പാസ്റ്ററെ, സിസ്റ്ററെ, നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു സൂം മീറ്റിങ്ങിൽ ഒന്നിച്ച് പരിചയപ്പെടാനൊക്കെ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ പാസ്റ്ററോട് പറഞ്ഞിരുന്നത് നമുക്കൊരു സെഷന് വരണം. കാരണം നമുക്കിത് സന്തോഷമാണ്. ലോകത്തിൻ്റെ പല ഭാഗത്ത് ഉള്ള ദൈവസഭകൾ അല്ലേ, അവരെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ ആദ്യമായിട്ടൊരു ദേശത്ത് പോയി ഒരു ഇന്ത്യൻ ചർച്ചൊക്കെ ആരംഭിക്കുക, അങ്ങനെയുള്ളൊരു വലിയ പ്രിവിലേജ്, അതൊരു വലിയ പ്രിവിലേജാണ്. അങ്ങനെയുള്ള ചില സാക്ഷ്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ വന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാക്ഷി കൂടെ നമ്മൾ കേൾക്കാൻ പോയി. എനിക്ക് തോന്നുന്നു നമ്മൾ ബെൽജിയം, ഇറ്റലി, ഇതുപോലെ പല സ്ഥലങ്ങളിൽ ആദ്യമായിട്ടുള്ള ചർച്ചകളെക്കുറിച്ചും ആ ചർച്ച തുടങ്ങിയവരുടെ അനുഭവങ്ങളൊക്കെ കേട്ടു. എനിക്കറിയാം ഷാജു ശ്യാമുൽ പാസ്റ്ററും ജർമ്മനിയിലെ ഒരു ഇന്ത്യൻ മലയാളി ചർച്ചിൻ്റെ ഒരു പൈനിയറാണ് അല്ലേ? ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ ആദ്യമായിട്ട് ജർമ്മനി ചെന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്, അന്വേഷിച്ചത് ഒരു ചർച്ച ആയിരിക്കും. അതെ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ കഥകളൊക്കെ നമുക്ക് കേൾക്കണം, ജീവിതാനുഭവങ്ങൾ കേൾക്കണം. അപ്പം ജർമ്മനിയിലാന്നൊക്കെ പറഞ്ഞു. എന്നാൽ നാട്ടിലെവിടെയാ നിങ്ങൾ രണ്ടുപേരും? രണ്ടുപേർക്കും സംസാരിക്കാം കേട്ടോ. ഞങ്ങള് രണ്ടുപേരും റാന്നിയാണ്. ഓ, അത് ശരി. അത് അപ്പം എനിക്ക് സന്തോഷം തരുന്ന കാര്യമാണ്, ഇരട്ടി സന്തോഷമാണ്. അപ്പം റാന്നിക്കാരെന്ന് പറയുമ്പോഴേ ഞാൻ സന്തോഷിക്കും. സ്തോത്രം. റാന്നിയിലെവിടെ ഹോസ്റ്റേ? റാന്നി നമ്മുടെ മെനാതോടോ ഒക്കെ ഹോസ്പിറ്റലിന്റെ ഒക്കെ അടുത്തായിട്ട് വരും. റാന്നി വെല്ലുവിളിയുടെ അടുത്തായിട്ട്. സിസ്റ്റർ വീടും റാന്നിയില്? എന്റെ വീട് റാന്നി മുക്കാലിമൺ മൂതിരവേലിന് പോകുന്ന വഴിയില് ഒഴുമ്പാറയും മേലോട്ട് കയറി കയറ്റത്തിരിക്കുന്ന വീടാണ്. തെങ്ങുംകാലായിൽ എന്ന് പറയും. ശരി ശരി, ഓക്കെ ഓക്കെ. രണ്ട് റാന്നിക്കാര്. അപ്പൊ കുടുംബത്തെ കുറിച്ചും ഒക്കെ ഒന്ന് കേൾക്കാം. നിങ്ങളുടെ പശ്ചാത്തലത്തെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഒന്ന് പറയുകയാണെങ്കിൽ. പക്ഷേ ഞാൻ ഇവിടെ വന്നത് ആദ്യം ഒരു ബിസിനസ് വിസയല്ല ജർമ്മനി വന്നത്. ഏകദേശം ഒരു 34 വർഷത്തിന് മുമ്പാണ് ജർമ്മനിയിൽ എത്തിയത്. അങ്ങനെ എൻ്റെ സഹോദരങ്ങൾക്കെല്ലാം റാന്നി ബിസിനസ്സാണ്. അപ്പൊ ഞാൻ ആഗ്രഹിച്ചത് ഒരു 10 ലക്ഷം രൂപ ഒക്കെ ഉണ്ടാക്കി ഇവിടെ നിന്ന് വന്ന് തിരിച്ച് പൈസ ഉണ്ടാക്കി നാട്ടിൽ പോകാം, നാട്ടിൽ ഒരു ബിസിനസ് ഒക്കെ ചെയ്യാം എന്ന് ആഗ്രഹിച്ചാണ് ഈ രാജ്യത്ത് വന്നത്. ഈ രാജ്യത്ത് വന്ന് ദൈവം കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലല്ലായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. ദൈവം വന്ന് ബിസിനസ് വിസായി വന്നെങ്കിലും കുറച്ചുനാൾ ബിസിനസ് ചെയ്തത് കഴിഞ്ഞ് അനേക കാര്യങ്ങളുണ്ട് ഇതിന്റെ പിമ്പിൽ. അങ്ങനെ ദൈവം ഈ നിലയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ഞങ്ങളുടെ വീട്ടില് ഞങ്ങള് ഡാഡി മമ്മി ഞങ്ങള് 4 പെൺപിള്ളേരാണ്. ഞാൻ ജനിച്ചത് ഒറീസയിലാണ്. എന്റെ ഡാഡിക്ക് ഒറീസയിലായിരുന്നു ജോലി. ഡാഡി അവിടെ ഡ്രോപ്സ്മാൻ ആയിട്ട് പവർ ഹൗസിൽ ജോലിയായിരുന്നു. ഡാഡി അവിടെ, ഞങ്ങൾ അവിടെ ജനിച്ചെങ്കിലും ഞങ്ങൾ 4 പെൺപിള്ളേരായതുകൊണ്ട് ഡാഡിക്ക്
ഡാഡിയോട് എല്ലാവരും ചോദിച്ചു, 4 പെൺപിള്ളേരെ നിങ്ങൾ കൊറിയ പഠിപ്പിച്ചാൽ എന്ത് ചെയ്യും ഭാവിയിൽ തോന്നിയ സഹോദരങ്ങളൊക്കെ പറഞ്ഞപ്പം ഡാഡി ഞങ്ങളെ മമ്മിയും കൂടെ നാട്ടി വിട്ടു. ഞങ്ങളങ്ങനെ നാട്ടിൽ വന്ന് താമസം തുടങ്ങി. അങ്ങനെ നാട്ടിലാണ് ഞങ്ങൾ പഠിച്ചത്. ഡാഡി ഓരോ വർഷത്തിലും ഞങ്ങളെ വരും, അവധിയാകുമ്പോൾ ഞങ്ങളെ അടുത്ത് വരും. അങ്ങനെ ഞങ്ങൾ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഡാഡി ഒറീസയ്ക്ക് കൊണ്ടുപോയി, എന്നെ ഒറീസയ്ക്ക് കൊണ്ടുപോയി. അനിയത്തിയെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ പഠിപ്പിക്കാനായിട്ട്, +2 പഠിപ്പിക്കാനായിട്ട് അവിടെ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ അവള് +2 അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എന്നെ നേഴ്സിംഗിന് കയറ്റി വിട്ടു. അങ്ങനെ ഞാൻ ഒറീസയിൽ ബെരാംപൂർ നേഴ്സിംഗ് പഠിച്ചു, ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ. അവിടെ നേഴ്സിംഗ് പഠിച്ചു. അവിടെ നമുക്ക് പല പല മതവിഭാഗത്തിലുള്ളവരുണ്ട്, ഹിന്ദുക്കളുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്ത്യൻ ഹോസ്പിറ്റലായിരുന്നു. അവിടെ ചാപ്പലുണ്ട്, ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കാനൊക്കെ അവസരം ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകും. ഞങ്ങൾ കുറച്ചുപേര് ബന്ധുക്കോസുകാരുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അവിടുത്തെ മേഡവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവർ ഒറിയക്കാരാണ്, എന്നാലും ഞങ്ങൾ ഇന്ന് മലയാളത്തിൽ പാട്ടുപാടിയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവർ ഞങ്ങളോട് കൂടെ പ്രാർത്ഥിക്കുകയും ഞങ്ങളെ നല്ല റെസ്പെക്റ്റോടെ തന്നെ അവർ കാണുമായിരുന്നു. എന്നാൽ ആ സമയത്ത് കത്തോലിക്ക പിള്ളേർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവരും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പം ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കായിരുന്നു. സത്യം പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഈ കത്തോലിക്കയുടെ പ്രാർത്ഥനയൊക്കെ കാണുന്നത്, മുട്ടേ നിന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ. റാന്നിയിൽ അങ്ങനെ കത്തോലിക്കരായിട്ടില്ല, ഞാൻ ജനിച്ചത് ബെന്തിക്കോസിലാണ്. അപ്പം എനിക്ക് ബെന്തിക്കോസിന്റെ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ അവിടെയും നഴ്സിംഗ് ഒക്കെ ദൈവത്തിന്റെ കൃപയാൽ അവിടെ പ്രശ്നങ്ങളൊക്കെ വന്നാലും എക്സാം ഒക്കെ വരുമ്പോഴാണെങ്കിലും പോയിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 6 മാസം ബോണ്ടൂടെ ഉള്ള സമയത്താണ് എനിക്ക് ഇങ്ങനെ കല്യാണം പറയുന്നത്. അപ്പം ഷായ്ച്ചാൻ ജർമ്മനിയിലാണ്. ഷായ്ച്ചാന്റെ കസിൻ, ഷായ്ച്ചാന്റെ പപ്പായുടെ പെങ്ങടെ മോന് ഇവിടെ ബിസിനസ് ഉണ്ടായിരുന്നു. അവർ കുടുംബമായിട്ട് ഇവിടെ ആയിരുന്നു. അപ്പം അവരാണ് ബിസിനസ് വിസായി ഷായ്ച്ചാൻ ഇവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഷായ്ച്ചാൻ നാട്ടിൽ വന്നു. ഞാൻ ഒരു 10 ദിവസത്തെ അവധിക്ക് വന്നു. ഞങ്ങൾ തമ്മിൽ കണ്ടു. പെട്ടെന്ന് തന്നെ ആ 10 ദിവസം കൊണ്ട് കല്യാണം പെട്ടെന്ന് ഉറപ്പിച്ചു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ രാത്രി ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പം ദൈവം ഞാൻ ബൈബിൾ തുറന്നപ്പോൾ ദൈവം എനിക്ക് തന്ന വചനം ഇതായിരുന്നു, യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായം, 22 വചനങ്ങൾ. അതിനകത്തെ ആ വചനങ്ങള് ഞാൻ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞാനത് മറന്നാലും ഷായ്ച്ചാൻ അത് ഓർത്തിരിക്കും. അങ്ങനെ ആ വചനം ഞങ്ങൾക്ക് എപ്പോഴും, അപ്പൊ നമ്മളെപ്പോഴും ആ വചനം കണ്ടപ്പോൾ എപ്പോഴും ഭൗതിക ഉയർച്ചയാണ് എപ്പോഴും നമ്മൾ അത് മുമ്പിൽ കണ്ടത്. അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ബെരാംപൂർ പോയി. ഷായ്ച്ചാൻ തിരിച്ച് ജർമ്മനിക്കും വന്നു. 6 മാസത്തെ ഇടയ്ക്ക് ചോദിച്ചോട്ടെ സിസ്റ്ററെ, ഷാജി പാസ്റ്ററും ഒരു പെറ്റിക്കോസ്റ്റൽ കുടുംബത്തിലാണോ ജനിച്ചു വളർന്നത്? എങ്ങനെയായിരുന്നു ആ ബാക്ക്ഗ്രൗണ്ട്? പാസ്റ്റർ ഭാഗവും കൂടെ ആ സ്റ്റോറി ഒന്ന് കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇല്ല പാസ്റ്റർ, ഞാനൊരു പെറ്റിക്കോസ്റ്റ് സമുദായത്തിലല്ല ജനിച്ചു വളർന്നത്. ഞാനൊരു ജ്ഞാനായ സമുദായത്തിൽ ജനിച്ചു വളർന്നവനാണ്. എന്റെ പപ്പ എന്നെ മംഗലാപുരത്ത് PUC പഠിക്കാൻ വേണ്ടി ഉടുപ്പിയിൽ വിട്ടു. അവിടെ ചെന്നപ്പോ എനിക്ക് ഒരു 3 ബെന്തിക്കോസുകാർ പിള്ളേരുണ്ടായിരുന്നു. ആ മലയാളികൾ 3 ബെന്തിക്കോസുകാർ പിള്ളേരാണ്. അപ്പം ഞായറാഴ്ച ഗോളടിക്കുന്ന അവരുടെ പ്രാർത്ഥന യുവാവ് അവരെന്നെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ആ പ്രാർത്ഥന എനിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഞാൻ എല്ലാ ഞായറാഴ്ച അവിടെ ആരാധനയ്ക്ക് പോയി. അവിടെ അത് കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു ദേവദാസം വന്നു. അവിടെ ഒരു സ്നാന ശുശ്രൂഷ നടക്കും. അപ്പൊ എന്റെ കൂട്ടുകാരനോട് ചോദിച്ചു, നീ സ്നാനപ്പെടുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്. അത് ഒത്തിരി കാര്യങ്ങളൊന്നും പഠിച്ചില്ല. പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ, ഒന്ന് സ്നാനപ്പെടണം. അങ്ങനെ സ്നാനപ്പെട്ട് ആ സമയത്ത് 34 വർഷത്തിന് മുമ്പ് ആ സമയത്ത് പോസ്റ്റ് മാത്രമേ ഉള്ളൂ. ടെലിഫോണൊന്നും നമ്മുടെ നാട്ടിലൊന്നും അത്രയും കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാനൊരു എഴുത്തെഴുതി പപ്പായ്ക്ക്, പപ്പ ഞാനിങ്ങനെ സ്നാനപ്പെടുന്നതിൽ പപ്പായ്ക്ക് പ്രയാസം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. പപ്പ പറഞ്ഞില്ല, മോനെ അത് നീ ഒരു നല്ല കാര്യമല്ലേ ചെയ്യുന്നേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അത് ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എഴുത്ത് തിരിച്ചു മറുപടി വന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ച് സ്നാനപ്പെട്ടപ്പോൾ ആ ദേവദാസനോട് ഒരു വചനം പറഞ്ഞു, യോബിന്റെ പുസ്തകത്തിൽ, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴും എന്റെ കണ്ണാൽ നിന്നെ കാണും. അതിന്റെ വാക്യത്തിന്റെ അർത്ഥമോ ആ വാക്യം എവിടെയാ കിടക്കുന്നോ ഒരർത്ഥവും അന്ന് നമുക്കറിയത്തില്ല. ആ നാൾ കർത്താവ് വന്ന് കണ്ടു, ദൈവം ഈ നിലയിലൊക്കെ ഇവിടം വരെ എത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പം പഠിക്കാൻ വേണ്ടി പോയെടുത്ത് നിന്ന് അല്ലേ?
അതെ, പ്രീ ഇപ്പോൾ കർത്താവിന്റെ കൃപയാൽ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും സ്നാനപ്പെട്ടു. എല്ലാവരും സഹോദരങ്ങൾ 5 പേരാണ്. 5 പേരും സ്നാനപ്പെട്ടു. അവരുടെ കുടുംബം, അവരുടെ കുഞ്ഞുങ്ങളെല്ലാം. ശരി. അപ്പോൾ അതാണ് ആ സ്റ്റോറിയുടെ ആ ഭാഗം. സിസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. പറഞ്ഞ് നിർത്തിയിടം മുതൽ വിവാഹ ശേഷം കിട്ടിയ വാക്യമൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം മുന്നോട്ടുള്ളത് പറയാം. അതിനുശേഷം ഞാൻ തിരിച്ച് 6 മാസത്തെ ബോണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. അപ്പൊ എന്റെ അന്നേരത്തിന് മമ്മിയും ഡാഡി ഓർസയിൽ കൊണ്ടുപോയി. ഡാഡി മമ്മി ഓർസയിലാണ്. അപ്പൊ ഞാൻ ഷാച്ചാന്റെ വീട്ടിൽ ആണ്. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ അവിടെ കിടക്കുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്ക്, അങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ ഞാനിങ്ങനെ പോകും. അതിനിടയ്ക്ക് ട്രൈ ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി. ഞാൻ അവിടെ ബോണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടൊന്നും മാരേജ് സർട്ടിഫിക്കറ്റ് വിഷയത്തിൽ എന്തോ ഇഷ്യൂ കാരണം അതങ്ങോട്ട് ശരിയാകുന്നില്ലായിരുന്നു. പെട്ടെന്ന് പോകാം, ഈ ബോണ്ട് കഴിയുന്നുണ്ട് എനിക്ക് ജർമ്മനിക്ക് പോകാന്നുള്ളൊരു ആശയോടൊക്കെയാണ് ഞാൻ ഇരുന്നത്. പക്ഷെ ഞാൻ നാട്ടിൽ വന്നു. പിന്നെ ഞാൻ നാട്ടിൽ വന്നു ഒരു 6 മാസം കൂടെ വീട്ടിൽ നിൽക്കേണ്ടി വന്നു. ഞാൻ ജോലിയൊന്നും ശരിയാകാതെ വന്നപ്പോൾ ഞാൻ അവിടെ മേനാടുള്ള ഹോസ്പിറ്റലില് ചാച്ചന്റെ ചേട്ടൻ ഹോസ്പിറ്റലിൽ തന്നെ അവിടെ അന്ന് ഡോക്ടർ സിറിയക്ക് അവിടെ ഇത് ചെയ്യുന്നത്, അവിടുത്തെ ഡോക്ടർ. അപ്പൊ ഡോക്ടർ സിറിയക്കിനോട് പറഞ്ഞ് എന്നെ അവിടെ കയറ്റി. അത് 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാനുള്ള വിസയെല്ലാം ശരിയായി. വിസയെല്ലാം ശരിയായി കഴിഞ്ഞപ്പോഴും വീട്ടിൽ ചാച്ചന്റെ ചാച്ചന്റെ പപ്പായില്ല. അപ്പം ചേട്ടൻ പറഞ്ഞു ഇപ്പോൾ പോകുന്നതിന് മുമ്പ് നമുക്ക് ഉപവാസ പ്രാർത്ഥന വെക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. ഉപവാസ പ്രാർത്ഥന എല്ലാം ക്രമീകരിച്ചു. അപ്പോഴത്തേന് എന്റെ മമ്മിയും ഡാഡിയും എല്ലാം വന്നു. അപ്പം മമ്മി പറഞ്ഞു ഇപ്പൊ നമ്മുടെ നാട്ടിൽ പോകുമ്പം പാസ്മാരൊക്കെ യാത്ര പറയാൻ പോകുമല്ലോ. അപ്പൊ ഞാൻ എന്റെ മമ്മിയുടെ വീട്ടിലും ഒക്കെ യാത്ര പറയാൻ പോയി. ഇപ്പൊ പാസ്മാരൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പോയി യാത്ര പറയാൻ പോയപ്പം അവിടെ ചെന്നപ്പോ ഒരു ദേവദാസിന് എനിക്ക് എന്നോട് ദൂത് പറഞ്ഞു ഒത്തിരി പ്രതികൂലങ്ങൾ വരുന്നതെന്ന്. അപ്പൊ എനിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റും. കാരണം നമ്മൾ പോകുന്ന ജർമ്മനിയിലോട്ടല്ലേ, അവിടെ എന്താ പ്രതികൂലം എന്ന് ഞാൻ ചിന്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് വീട്ടിൽ വരുമ്പം മമ്മി ഷായിച്ചാന്റെ മമ്മി എന്നോട് പറഞ്ഞു, ജാൻസി ഇവിടെ നിന്നെ കാണാനായിട്ട് ഒരു പാസ് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പാസ് ദൂത് പറഞ്ഞു ഇങ്ങനെ ഭയങ്കരമായി അത് ദൂതും വന്നതും ഭയങ്കര പ്രതികൂലം വരുന്നു. അപ്പൊ എനിക്കങ്ങ് ആകെ മനസ്സിനങ്ങ് ഭയങ്കരമായി. അപ്പം മമ്മിക്കൊക്കെ ഭയങ്കര വിഷമായി. അപ്പം മമ്മി പറഞ്ഞു ശരി നമുക്ക് ഉപവാസപ്രാർത്ഥന വെക്കാം, അത് ഉപവാസപ്രാർത്ഥന വെച്ച് പ്രാർത്ഥിച്ചിട്ട് വിടാം. എന്തോ ഞാൻ പറഞ്ഞു ഞാൻ പോയെടുത്തു ഇതാ കേട്ടത്, ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെയും വന്നപ്പോ അതാണ് കേൾക്കുന്നത്. ഇതെന്താ എനിക്കിനി ഒരു ദൂതും കേൾക്കണ്ട എന്നുള്ള ഒരു ഞാൻ എനിക്കിനി ഒരു ആരുടെയും ദൂത് കേൾക്കണ്ട. ദൈവം ഇത്രയും നല്ലൊരു വഴി ഒരുക്കിയപ്പോ എന്തിനാ ഇങ്ങനെ പ്രതികൂലങ്ങൾ കേൾക്കുന്നതെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ ഉപവാസപ്രാർത്ഥന എല്ലാം ക്രമീകരിച്ചതിന്റെ തലേ ദിവസം ഉപവാസപ്രാർത്ഥന തുടങ്ങുന്നു. തലേ ദിവസം എനിക്ക് 2 ദിവസം മുമ്പ് എനിക്ക് ഭയങ്കര പനിയായിട്ട്. അപ്പൊ ഞാൻ ഉപവാസം ഇരിക്കാൻ വേണ്ടി ഇരിക്കുക. പനിയായിട്ട് വൈകിട്ടായപ്പോഴത്തേന് പനി കൂടിയിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവിടെ വയനാട് ഹോസ്പിറ്റൽ മുഴുവൻ പനിയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാ ബെഡും ഫുള്ള്, അവിടെ സ്ഥലമില്ല. അപ്പം അവര് ഒരു ഇഞ്ചക്ഷൻ തന്നിട്ട് എന്നെ വിട്ടു. അപ്പം ഞാൻ സന്തോഷിച്ചു, എനിക്ക് ഉപവാസപ്രാർത്ഥനയ്ക്ക് ഇരിക്കാമല്ലോ, അതെന്നെ അവിടെ കിടക്കിയില്ലല്ലോ. അങ്ങനെ തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു. രാവിലെ ഉപവാസപ്രാർത്ഥന തുടങ്ങുന്ന ദിവസം ഞാൻ രാവിലെ പല്ല് തേച്ചോണ്ട് ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തല കറങ്ങി താഴോട്ട് പെട്ടെന്ന് സ്റ്റെപ്പിലോട്ടിരുന്നു. അപ്പോഴത്തേന് ഷായിച്ചാൻ ചേട്ടൻ ഇത് കണ്ടിട്ട് പറഞ്ഞു, കാരണം ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കണം. ഞാൻ പറഞ്ഞില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ശരിയാകും ഇപ്പൊ ശരിയാകും. പറഞ്ഞില്ല പറ്റത്തില്ല, നിന്നെ ഹോസ്പിറ്റലില്, കാരണം നിന്റെ ഭർത്താവ് അവിടെ ജർമ്മനിയിലാണ്, എന്തെങ്കിലും സംഭവിച്ചാല് അത് പറ്റത്തില്ല, അത് ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, കുഴപ്പമൊന്നുമില്ല, ദൈവം അറിയുന്നുണ്ടല്ലോ, നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് അവര് അനിയന്മാരെ എല്ലാം വഴക്ക് പറഞ്ഞ് മമ്മിയും വഴക്ക് പറഞ്ഞ് അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി ഉപവാസപ്രാർത്ഥന വീട്ടിൽ നടന്നുകൊണ്ടേയിരുന്നു. അപ്പം 3-ാമത്തെ ദിവസം ഞാൻ എന്റെ ആഗ്രഹപ്രകാരം തന്നെ ഡിസ്ചാർജ് വാങ്ങിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന് അത് 3 മണിക്ക് 2ാമത്തെ സെക്ഷൻ പ്രെയർ നടന്നുകൊണ്ടിരിക്കുക. അപ്പം അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പാസിന്റെ പിതാവ് ഞങ്ങൾ കുഞ്ഞുവാച്ച എന്താ സ്നേഹത്തിൽ വിളിക്കുന്നത്, ഞങ്ങൾക്കൊരു ഷാച്ചാന്റെ വകയിൽ ഒരു ബന്ധവും വരും. അപ്പം കുഞ്ഞാച്ചാൻ എന്നോട് ദൂത് പറയുന്നു, ചീൽപ്പിടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയില്ല എന്നുള്ളൊരു വചനം. അപ്പൊ ആ വചനം കേട്ടപ്പോ വീണ്ടും എനിക്ക് ഭയങ്കര ഒരു മനസ്സിലൊരു ഭയങ്കര ഇത് ശരിയാണിത് 3ാമത്തെ ദൂത് അതും അങ്ങനെ വരുന്നല്ലോ എന്ന്. എന്നിട്ട് പ്രാർത്ഥിച്ചു. ഏതായാലും ഉപവാസമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചില്ല, കുഴപ്പമൊന്നുമില്ല എന്നെ ഞാൻ അങ്ങനെ ജർമ്മനിക്ക് പോകാനായിട്ടെല്ലാം റെഡിയായി ജർമ്മനി കയറി വന്നു. ഞാൻ ജർമ്മനി കയറി വന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ ശേഷം
ഞാൻ എന്നെ വിളിക്കാൻ വേണ്ടി ഇവര് തിരിച്ചിട്ടുണ്ട്. ഞാൻ അപ്പം നമുക്ക് അന്ന് ടെലിഫോണൊന്നുമില്ല. ഇവര് വരുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് അത് വരുന്നത് കസിന്റെ വണ്ടിയല്ല. കസിന്റെ അവര് അന്ന് അവര് നല്ല ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, നല്ല കാശൊക്കെ ഉള്ള സമയമാണ്. നല്ല ഒരു പുതിയ ബെൻസ്, അന്നത്തെ മോഡൽ, ഏറ്റവും നല്ല മോഡൽ പുതിയ ബെൻസ്, ആ ബെൻസിലാണ് എന്നെ വിളിക്കാൻ വേണ്ടി ഇവര് വരുന്നത്. അപ്പം ഞങ്ങൾ കുഞ്ഞാച്ചൻ എന്നാണ് വിളിക്കുന്നത്. ആ ചച്ചന്റെ പപ്പായുടെ പെങ്ങടെ മോന്. അവരുടെ ബിസിനസ് ചെയ്തോണ്ടിരിക്കുക, ഒരു കുടുംബമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പം കുഞ്ഞാച്ചനും ഉണ്ട്, ആന്റിയുണ്ട്, ചാച്ചനുണ്ട്. ഇവര് 3 പേരോട് യാത്ര ചെയ്ത് വരുമ്പോൾ ആ വണ്ടി വേറൊരു വണ്ടിയുമായിട്ട് വന്ന് ഇടിച്ച് വണ്ടി കംപ്ലീറ്റ് ഇതായിപ്പോയി. ടോട്ടൽ ലോസ് ആയിപ്പോയി. അത് എന്നിട്ട് എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ എയർപോർട്ടിൽ ചെന്നിട്ട് എന്നെ വിളിക്കാൻ ആരുമില്ല. എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും? ഭാഷയാണെങ്കിലും ജർമ്മൻ, ഇംഗ്ലീഷ് പറഞ്ഞാലും ആർക്കും അത്ര മനസ്സിലാകുന്ന കാലമല്ല അന്നത്തെ കാലം. ഞാൻ എന്നിട്ട് ഇംഗ്ലീഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തുപോലെ ഞാൻ അടുത്ത് പറഞ്ഞു, നിന്റെ എവിടോട്ട് പോകാനായിട്ട് ചോദിച്ചു. അപ്പൊ എൻ്റെ ഒരു എഴുത്ത്, അന്ന് അമ്മച്ചി ഇവിടെ ഉണ്ട്, ആ ചാച്ചാന്റെ പപ്പായുടെ പെങ്ങളെന്ന് പറഞ്ഞാൽ അമ്മച്ചി ഇവിടെ ഉണ്ട്. അപ്പം അമ്മച്ചിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു എഴുത്ത് എൻ്റെ കയ്യിൽ തന്നു വിട്ടിട്ട്, അപ്പൊ ഞാൻ ആ എഴുത്തിന്റെ അഡ്രസ്സ് എടുത്ത് കാണിച്ചപ്പോ അവര് പറഞ്ഞു, അത് കുഴപ്പമില്ല, നീ വിഷമിക്കേണ്ട, വന്നില്ലെങ്കിൽ ഈ അഡ്രസ്സിൽ ടാക്സി പിടിച്ചാണെങ്കിലും ഞാൻ നിന്നെ അവിടെ എത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലെ ആ ചിന്താഗതി വെച്ച് ടാക്സിക്കൊക്കെ എങ്ങനെ പോകും, എങ്ങനെ ആരെ വിശ്വസിക്കും എന്നൊരു ഭയങ്കര ഒരു ഭയം ഉള്ളിലുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ഇംഗ്ലണ്ടുകാരി, അവര് ഇംഗ്ലണ്ടിൽ പോകാനുള്ള ഒരു ഇംഗ്ലണ്ടുകാരി ഒരാളെ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ അവരോട് എന്റെ വിഷയം പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടുത്തെ റെയിൽവേ പോലീസിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ നിന്നെ പോകത്തുള്ളൂ, നീ പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ കൊണ്ട് റെയിൽവേ കൊണ്ടുവന്ന് ആ പോലീസിൽ ഏൽപ്പിച്ചു. അവരോട് വിവരം പറഞ്ഞു. ഇവര് പല പ്രാവശ്യം മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ആളിനെ വിളിക്കാൻ ആളെത്തിയിട്ടുണ്ടെങ്കിൽ വരണം എന്ന് പറഞ്ഞ് പല പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ടെങ്കും ആരും വരുന്നില്ല. അപ്പൊ അവർക്ക് പോകാനുള്ള അടുത്ത ഫ്ലൈറ്റ് വരുന്നു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, എന്നോട് ബൈ ഒക്കെ പറഞ്ഞ് പാനായിട്ട് തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, നീ എന്നെ ഇട്ടിട്ട് പോകരുത്, എനിക്ക്. അപ്പൊ നമുക്ക് നാട്ടിലെ ചിന്താഗതി. അപ്പൊ എനിക്ക് ഭയം. അപ്പൊ അവര് പറഞ്ഞു, നീ പേടിക്കണ്ട, നീ ഒന്നും വന്ന് പേടിക്കണ്ട, നീ. അപ്പൊ അവരും അവിടെയുള്ള റെയിൽവേ പോലീസ് പറഞ്ഞ്, പേടിക്കണ്ട, നമുക്ക് വിളിച്ചു ചോദിക്കാം, ഇൻഫർമേഷൻ ചോദിക്കാം, കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം, അവര് വരും എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇവരും വേറൊരു വണ്ടി, ഇവിടെ ഒരു വണ്ടി ഇതായാൽ നമുക്കൊരു ഇൻഷുറൻസ് ഉണ്ട്. ആ ഇൻഷുറൻസ് പ്രകാരം നമുക്ക് വേറൊരു വണ്ടി തരും. ആ വണ്ടി എടുത്ത് ഇവർ എന്നെ വിളിക്കാൻ വന്നു. അങ്ങനെ ഫ്രാങ്ക്ഫോർട്ട് വെച്ചാണ് ഈ ആക്സിഡന്റ് സംഭവിക്കുന്നത്. അങ്ങനെ ആ ആക്സിഡന്റ് ഉണ്ടായി, ഇവരെന്നെ വിളിക്കാൻ വന്നു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ജർമ്മനിക്ക് വരുന്ന സമയം അന്ന് വലിയൊരു മരണ വീട് പോലെ. കാരണം അവരുടെ അവർ ആഗ്രഹിച്ച് വാങ്ങിച്ച പുതിയ വണ്ടി, അവരുടെ പിള്ളേരെല്ലാം നല്ല യവനത്തിലുള്ള പിള്ളേർ. അപ്പം എല്ലാവർക്കും ഭയങ്കര സങ്കടം, വീട്ടിലാണെങ്കിൽ ഭയങ്കര സങ്കടം, ഭയങ്കര വിഷമം. ഞാൻ എത്രത്തോളം അതിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു, ഇന്ന് ഞാൻ അതിന്റെ വിഷമമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഭയങ്കര ഒരു വിഷമം. എന്നാൽ ഇന്ന് എനിക്കത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി ദൈവത്തിന് നന്ദി പറയാനുണ്ട്. ആ ജീവിതത്തിൽ അന്ന് സംഭവിച്ചതൊക്കെ ശത്രു ഞങ്ങളെ എങ്ങനെയും നശിപ്പിച്ചു കളയാനായിട്ട് ശത്രു ശ്രമിച്ചു. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് യാത്ര തിരിക്കുന്ന പല ചർച്ചുകളും ഫ്രാങ്ക്ഫോർട്ട് ടച്ച് ചെയ്താ പോകുന്നത്. കാരണം ഈ കർത്താവ് എവിടെ ശത്രു തകർത്ത് കളയുമെന്ന് വാദിച്ചു, അതേ ഇടത്തുകൂടെ തന്നെയാണ് ഇന്ന് ഞങ്ങൾ പല ചർച്ചിലും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എല്ലാ സൺഡേക്കും ദൈവത്തിന് കൃപയാൽ നിന്ന് ഈ ജർമ്മനിയിൽ ഇന്ന് 8 ചർച്ചുണ്ട്. ആ 8 ചർച്ചിലും പോകണമെങ്കിൽ സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറഞ്ഞ ചർച്ചിൽ പോകണമെങ്കിൽ ഫ്രാങ്ക്ഫോർട്ടിൽ പോകണം. ഫ്രാങ്ക്ഫോർട്ടിലും ഉണ്ട് ഒരു ചർച്ച്. പിന്നെ ന്യൂറംബർഗ് ചർച്ച് ഉണ്ട്. അവിടെ പോകണമെങ്കിലും നമ്മൾ സ്റ്റുട്ട്ഗാർട്ട് ഫ്രാങ്ക്ഫോർട്ട് ടച്ച് ചെയ്താൽ പോകുന്നത്. അതുപോലെ ഫ്രൈബർഗിൽ പോകണമെങ്കിലും അവിടെ ടച്ച് ചെയ്താൽ പോകുന്നത്. അപ്പൊ ഞാൻ ഇപ്പോഴാണ് ഞാൻ അതേപ്പറ്റി ചിന്തിക്കുന്നത്, എവിടെ ശത്രു തകർത്തുകളെ നോക്കിയത് വെല്ലുവിളിച്ചു, അതേ ഇടത്തൂടെ ദൈവം ഇന്ന് നടത്തുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറിപ്പോകത്തില്ല. ഇന്ന് ആ യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായത്തിലെ വാഗ്ദത്തങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ദേശത്ത് വരുമ്പോൾ ഞാൻ ഇവിടെ വരുമ്പം ഇവിടെ മലയാള ചർച്ച ഒന്നുമില്ല. ഞാൻ വന്ന ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. ഞങ്ങൾ അന്ന് ഉച്ച കഴിഞ്ഞ അവിടെ തമിഴ് ചർച്ചിൽ ആരാധിക്കാൻ പോകുന്നത്. ഞാൻ ആ തമിഴ് ചർച്ചിൽ ചെന്നപ്പം എന്റെ മനസ്സാകെ ഇടിഞ്ഞു. കാരണം തമിഴ് ഭാഷ അറിയത്തില്ല. അവര് പാട്ട് പാടുമ്പോൾ ഞാൻ കണ്ണടച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും, കൈ അടിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് ഇതുകൊണ്ടൊന്നും ഒരു തൃപ്തിയില്ല. കാരണം ആ നാട്ടിലെ ആരാധനയും, ഞാൻ പ്രത്യേകിച്ച് 6 മാസം കൂടെ നാട്ടിൽ നിന്നപ്പോൾ പ്രത്യേകം ഞാൻ തുണ്ടത്തി ചർച്ചിലായിരുന്നു പോകുന്നത്. അപ്പൊ അവിടെ എപ്പോഴും ഉപവാസ പ്രാർത്ഥന, അതുപോലെ ഒരു പ്രാർത്ഥന ഞാൻ മുടക്കത്തില്ല. നമ്മുടെ ശശിയുടെ വീട്ടിലെല്ലാവരും ബിസിനസ്സുകാരാണ്. അപ്പൊ അവർക്കെല്ലാം രാവിലെ ബിസിനസ് പോകണമെങ്കിൽ അവർ എന്നെ ബൈക്കിൽ കൊണ്ട് ചർച്ചിലോട്ട് ഇറക്കിയിട്ടേ അവർ പോകത്തുള്ളൂ.
അപ്പൊ എന്നോട് പറഞ്ഞു നിനക്ക് പ്രാർത്ഥിക്കാൻ പോകണമെങ്കിൽ എപ്പം വേണേലും പൊക്കോണം പറഞ്ഞു. അപ്പം ചിലപ്പോൾ മമ്മി എന്റെ കൂടെ വരും. അങ്ങനെ ഞങ്ങള് അപ്പൊ മമ്മിക്ക് വരാൻ പറ്റില്ല, കാരണം വീട്ടില് ഇത്രയും പേർക്ക് ആഹാരം ഉണ്ടാക്കണം, എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പൊ മമ്മി വന്നില്ലെങ്കിലും വിശാനാണെങ്കിലും പറയും, ചേട്ടന് പറയും അവളെ പ്രാർത്ഥനയ്ക്ക് വിട്ടേക്കണമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകും. അങ്ങനെയൊക്കെ വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും പ്രാർത്ഥനയില്ല, ഇങ്ങനെ തമിഴ് ആരാധന. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഷാജനെ സംബന്ധിച്ച് ഒരു വലിയ ഭക്തനൊന്നുമല്ല, സ്നാനപ്പെട്ടെങ്കിലും ഒരു ഒഴിക്കൻ പോക്ക്. സന്ധ്യക്ക് പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, വചനം വായിക്കണം ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങള് വചനമൊക്കെ വായിക്കും. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞു പിന്നെ അതിനുശേഷം ഈ ബിസിനസ് ആകെ ഡൗൺ ആയി. ബിസിനസ് ആകെ ഡൗൺ ആയി. ആ ബിസിനസ് പൂട്ടണം എന്നുള്ള അവസ്ഥയായി. അങ്ങനെ അവരും ഭയങ്കര നഷ്ടത്തില്, ഞങ്ങളുടെ ജീവിതത്തിൽ അതേ ഒരു ജോലിയുള്ളായിരുന്നു, ആ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഞാൻ വന്നതേ ഉള്ളൂ. ഞാൻ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഭാഷ പഠിക്കാൻ കയറി. അത് കഴിഞ്ഞിട്ട് ആ ഭാഷ പഠിക്കാൻ കയറി. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ശമ്പളം ഇല്ല. ആ 3 മാസത്തെ ഭാഷ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഇവിടെ പ്രാക്ടിക്കൽ ചെയ്യണം. അപ്പൊ ഞാൻ എന്നെ പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ടി അവിടെ കയറ്റി. അപ്പൊ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പൈസയും കിട്ടത്തില്ല. നമ്മൾ ജോലി ചെയ്യും, കഷ്ടപ്പെട്ട് ജോലി ചെയ്യും. ജോലി ചെയ്തിട്ട് നമുക്ക് ബസ്സിനുള്ള അതുപോലെ നമുക്ക് കിട്ടത്തില്ല. അപ്പം അങ്ങനെ അങ്ങനെ ചെയ്തു. ജോലി ഷൈച്ചാന്റെ ബിസിനസ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥ. അത് കഴിഞ്ഞിട്ട് ഈ ബിസിനസിന്റെ അതെല്ലാം കടയെല്ലാം പൂട്ടി ജോലി ഇല്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് ഷൈച്ചാൻ പനിയായിട്ട്. പനി രാത്രിയാകുമ്പോൾ ഭയങ്കര പനി. എന്താ പനി എന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ടെങ്കിലും മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ് അവർ ചെക്ക് ചെയ്തെല്ലാം നോക്കിയപ്പോൾ അവർ മനസ്സിലാക്കി ട്യൂബർകുലോസിസ് ആണെന്നുള്ള. അങ്ങനെ വന്നു. അത് വന്നു കഴിഞ്ഞപ്പോൾ അവര് ഇവിടെ ഹോസ്പിറ്റലിൽ അത് ട്യൂബർകുലോസിസ് ആണെങ്കിൽ അവര് നേരെ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ അവിടുന്ന് പറഞ്ഞു ഇല്ല, ഇത് അന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ഇവിടെ പറ്റത്തില്ല, വേറെ ഹോസ്പിറ്റൽ ആവണം, അവിടെ ഐസൊലേറ്റ് ചെയ്യണം. അങ്ങനെ ആ ഹോസ്പിറ്റൽ ഐസൊലേറ്റ് ചെയ്ത് അവിടെ ഇട്ടു. അപ്പൊ ഞാനിങ്ങനെ ജോലിക്ക് പോകും, രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് വന്നിട്ട് 2 ബസ് കയറി ഞാൻ ഷാജനെ കാണാൻ പോകുമ്പോഴൊക്കെ മനസ്സിന് ഭയങ്കര വിഷമമുണ്ട്. എന്തായിത്തീരും ഇനി, എന്റെ ഭാവി എന്തായിത്തീരും. ഷാജാന് അത് കഴിഞ്ഞിട്ട് പിന്നെ കഴുത്തിന് അവിടെ ഒരു മുഴ എന്ന് പറഞ്ഞവര് കണ്ടുപിടിച്ചു, അതിനി എന്താന്ന് നോക്കണം. അപ്പം എല്ലാം എന്റെ മനസ്സിന് ദൈവമേ ഇവിടെ വന്നു. ഇവിടെ എനിക്കെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാല് ഷാജാന്റെ കസിൻ അവരൊക്കെ ഉണ്ട്, എനിക്ക് പറഞ്ഞാൽ ആരുമില്ല. അപ്പൊ എന്റെ ഭാവി ഇനി എന്തായിത്തീരും എന്നൊക്കെ മനസ്സിന് ഭയങ്കര ഭാരമുണ്ട്. പക്ഷെ ഞാൻ ആശ്വാസം കണ്ടെന്ന് എപ്പോഴും ദൈവത്തിന്റെ വചനത്തിൽ വന്നിട്ട് പ്രാർത്ഥിക്കും. ദൈവം അപ്പൊ എന്നോട് ഇങ്ങനെ യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഒത്തിരി വാഗ്ദത്തങ്ങൾ ദൈവം ഇങ്ങനെ സംസാരിച്ചിരിക്കും. ഞാൻ ആ വാഗ്ദത്തങ്ങളിൽ ഒരു പേപ്പറിൽ എഴുതും. പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ ഒരു ഷാജാന്റെ കൈ കൊടുക്കും. കൊടുത്തിട്ട് ഞാൻ പറയും ഈ വാക്യം വായിക്കണം എന്ന് പറയും. ഈ വാക്യം വായിക്കണം, ഇത് കാണാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞേച്ച് പോന്നേച്ച് ഞാൻ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കടന്നുറങ്ങും. ദൈവം സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലിട്ട് ഭാരം ഉണ്ടെങ്കിലും രാത്രി ഞാൻ സുഖമായിട്ട് ഉറങ്ങും. എന്റെ അടുത്തൊരു ആന്റി ഉണ്ടായിരുന്നു, ഞങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്ത്, മലയാള ആന്റി കത്തോലിക്ക ആന്റിയാണ്. പക്ഷെ ആന്റിയുടെ കയ്യിൽ ഞങ്ങൾ ഒരു താക്കോൽ കൊടുത്തിട്ടുണ്ട്. ആന്റി രാത്രി വന്ന് കഥ തുറന്നു നോക്കി ഇവിടെ ഉറങ്ങിയോ, ഇവൾക്ക് എന്തത്ര വിഷമത്തിലല്ലേ, എന്തെങ്കിലും ചെയ്യുമോ എന്നോർത്ത് നോക്കുമ്പോൾ ആന്റി നോക്കിയിട്ട് പോകും. ഞാൻ അറിയത്തുപോലും, ഞാൻ സുഖമായിട്ട് ഉറങ്ങും. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൂടെയൊക്കെ ദൈവം അങ്ങനെയൊക്കെ കടന്നുപോയി. അതിനുശേഷം ഞങ്ങളിങ്ങനെ തമിഴ് ആരാധനയിൽ ആരാധിച്ചുകൊണ്ടിരുന്നു. ഭാഷ ചെറുകെ പഠിച്ചു. അവിടുത്തെ എല്ലാ മീറ്റിങ്ങിലും കഴിവതും ഞാൻ അറ്റൻഡ് ചെയ്യും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഷാജന ഈ ഹോസ്പിറ്റലായിരുന്ന ആ സമയത്ത് 2 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയില്ല. അതിനുശേഷം ഷാജന് ഡിസ്ചാർജ് ആയി വന്നു. അപ്പോഴത്തേന് അവരെന്നെ ഹോസ്പിറ്റലിലേക്ക് അവരെന്നെ എടുത്തു. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ എടുത്തു കഴിഞ്ഞ് ആ സമയത്താണ് ഞാൻ എന്റെ നമുക്ക് ഈ പ്രൊഫഷണൽ പീരീഡ് ഉണ്ട്. പ്രൊഫഷണൽ പീരീഡിലാണ് ഷാജാൻ വന്നു കഴിഞ്ഞിട്ട് ഷാജാൻ ഈ ട്യൂബർകുലോസിസ് ഉള്ള മരുന്നുകൾ എടുക്കുന്നുണ്ട്. ആ മരുന്ന് എടുക്കുന്ന സമയത്താണ് ഞാൻ മൂത്ത മോളെ പ്രഗ്നന്റ് ആകുന്നത്. അന്നേരം എന്റെ പ്രൊഫഷണൽ പീരീഡാണ്. അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു, അയ്യോ ഇപ്പം പ്രഗ്നന്റ് ആയാല് ആ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിത്തീരും, ആ കുഞ്ഞ് എന്തായിത്തീരും, അത് വിശ്വാസികളല്ലാത്തവരൊക്കെ പറഞ്ഞു അത് അബോർഷൻ ചെയ്ത് കളയുമായിരിക്കും നല്ലത്, അത് എന്തായിത്തീരും നമുക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ 2 പേരും പറഞ്ഞു ഞങ്ങൾക്ക് ആദ്യമായി തന്ന കുഞ്ഞാണ്, ഞങ്ങൾ അതിനെ വ്യയിച്ച് കളയത്തില്ല, എന്താണെങ്കിലും അത് മുമ്പോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു മോളെ ദൈവം തന്നു. ഇന്ന് ദൈവത്തിന് ഇവിടെ ഒരു കുഴപ്പവുമില്ല. ഇന്ന് അവിടെ കല്യാണം കഴിഞ്ഞു. രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആണ്. ഇന്നവര് ന്യൂയോർക്കിലായിരിക്കുന്നു കുടുംബമായിട്ട്. അതിനുശേഷം അങ്ങനെ ഞാൻ ഈ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ മനസ്സിന് ഒത്തിരി ഭാരം ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുവാണ്, ദൈവമേ ഇവര് തമിഴ് ചർച്ചിൽ വളരുന്നു,
നമ്മുടെയൊക്കെ നാട്ടിൽ ഞങ്ങളൊക്കെ ആണെങ്കിൽ എപ്പോഴും കൺവെൻഷനും യൂത്ത് മീറ്റിംഗ് വൈപ്പി അങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ പോയി നമ്മൾ നമുക്ക് ആത്മീയമായിട്ടും വചനം പഠിച്ചും ഒക്കെ നമുക്ക് ഒത്തിരി അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇവർക്ക് തമിഴ് പോയാല് തമിഴ് ചർച്ചിൽ പോയാൽ ഇവർക്ക് എന്ത് കിട്ടും, ഇവർക്ക് എങ്ങനെ, ഇവരുടെ ഭാവി എന്തായിത്തീരും, ഇവർ ജർമ്മനി വളരുന്നു, ഇവരെന്തായിത്തീരും എന്നൊക്കെ ഓർത്ത് ഞാൻ ഒത്തിരി ഭാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഇവർക്ക് വേണ്ടി ഇങ്ങനെ ഉപവാസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇവരുടെ ഭാവി എന്തായിത്തീരും ചോദിക്കുമ്പോൾ ദൈവനോട് പറഞ്ഞു, നിന്റെ സന്തതിയുടെ അനുഗ്രഹത്തിന് സന്താനത്തിന് ഞാൻ എന്റെ ആത്മാവിനെ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അപ്പൊ ഞാൻ മനസ്സിൽ പോയി കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വിഷമം വരും. ഞാൻ എപ്പോഴും ഈ വചനം ഞാൻ പെട്ടെന്ന് മനസ്സിലോർക്കും. അങ്ങനെ അവരിവിടെ വളർന്നു. അവർ തമിഴ് ചർച്ചിൽ പോകുമെങ്കിലും അവർക്ക് ഭാഷ അത്രയും അറിയത്തില്ല. അവിടെ സൺഡേ സ്കൂൾ പഠിച്ചു, യൂത്ത് മീറ്റിംഗ് ഒക്കെ അവിടെ തന്നെ ആയിരുന്നു. നമ്മൾ തമിഴ് ചർച്ചിൽ ചെന്ന് ആരാധനയ്ക്ക് ഇരുന്നാലും രണ്ടാമത്തെ മോന് അവന് ഭാഷ മനസ്സിലാകത്തുണ്ട്. അവൾ നേരെ ബൈബിൾ തുറക്കും, കുനിഞ്ഞിരുന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങും. അങ്ങനെ ബൈബിളിലെ കഥകളൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി. അതിനുശേഷം ഞങ്ങള് അത് കഴിഞ്ഞ് രണ്ടാമത്തെ മോൻ ജനിച്ചു. അവന് ഒരു 5 വയസ്സായപ്പം വേറൊരു അനുഭവം. 5 വയസ്സായപ്പോ അവന് ഒരു ദിവസം ഭയങ്കര പനി വന്നപ്പം പനി വന്നിട്ട് അവനിങ്ങനെ രാവിലെ ഭയങ്കര പനി. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങള് അവന് ബ്രെഡൊക്കെ കൊടുത്തേച്ച് അവനെ ഇങ്ങനെ സോഫായി കട്ടിട്ട് ഞാൻ അടുത്തുനിന്ന് തുണി തേച്ചോണ്ടിരിക്കാം. അപ്പൊ അതിനിടയ്ക്ക് ഷായ്ച്ചാൻ ഒരു ബൈക്കുണ്ട്. ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് ഒരു പ്രാവശ്യം ബൈക്ക് മറിഞ്ഞ് വീണ് മുട്ടിച്ചിട്ട് അതിന്റെ ലിഗമെന്റ് പൊട്ടിയിട്ട് ഓപ്പറേഷൻ ഡേറ്റ് പറഞ്ഞു വെച്ചിരിക്കുന്ന സമയമാണ്. അപ്പം ഇങ്ങനെ ഇവന് സോഫായി കിടക്കുവാണ്, ഞാൻ തുണി തേച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഞാൻ നോക്കുമ്പം ഇവൻ TV കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ പെട്ടെന്ന് ചുമ്മാ തിരിഞ്ഞു നോക്കിയപ്പം ഇവന് പെട്ടെന്ന് ബ്ലൂ കളറായിരിക്കും. ഞാൻ ഓർത്ത് ഇവന് എന്ത് പറ്റി. ഞാൻ പെട്ടെന്ന് അവനെ വിളിച്ചപ്പോൾ അവന് കണ്ണിങ്ങനെ പുറകോട്ട് ഇങ്ങനെ മറയുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതെന്തോ ഒരു അനർത്ഥം വരുന്നത്. കാരണം തലേ ദിവസം ഞങ്ങള് ഒരു മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിന് പോയപ്പം ദേവദാസൻ പ്രസംഗിച്ച മെസ്സേജ് വിശ്വാസത്തെ പറ്റിയായിരുന്നു. അപ്പൊ ഞാന് ഓർത്തു, കാരണം ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയുന്ന ഓർത്ത് ഞാൻ പനി വന്നിട്ട് ഞാൻ അവന് മരുന്ന് കൊടുക്കാതെ ഞാന് ദൈവത്തിന് കഴിയുമെന്നോർത്ത് അവന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആഹാരം കൊടുത്തതുമല്ല. അത് മരുന്നും കൊടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചു. അവനെ അങ്ങനെ കിടക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു, ദൈവമേ ഇതെന്താണ്. അതിന്റെ തലേ ദിവസം ഞാൻ ഒരു ദേവദാസൻ വീട്ടിൽ വന്നു. അപ്പം അവര് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ദേവദാസിന് ആഹാരം കൊടുത്തേച്ച് ഷായ്ച്ചാൻ ദേവദാസിനെ കൊണ്ടുവിടാൻ വേണ്ടി പോയിരിക്കും. ആ പോയ സമയത്ത് ഞാനിങ്ങനെ തിണ്ണയിരുന്നുകൊണ്ട് അവര് പോയി കഴിച്ച് ഞാൻ തന്നെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭിത്തിയിൽ ഒരു വാക്യം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ജീസസ് നെവർ ഫെയിൽസ്. അപ്പൊ ഈ വചനം എന്നെ ഒത്തിരി ആകർഷിച്ചു. നേരത്തെ മുതൽ അത് അവിടെ ഉണ്ടെങ്കിലും അതേക്കുറിച്ച് ഞാൻ അത്രയും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഈ വചനം എന്നെ ശക്തമായി ആകർഷിച്ചു. അപ്പം ഈ കൊച്ചിന് ഇത് സംഭവിക്കുന്നുണ്ട്. ഞാൻ ഇവനെ കയ്യിലെടുത്ത് പൊക്കിട്ട് ഞാൻ പറഞ്ഞു, ജീസസ് നെവർ ഫെയിൽസ്. യേശു തോറ്റവനല്ലെങ്കിൽ ഞങ്ങളും തോറ്റവനല്ല, യേശുവിന്റെ മക്കളായ ഞങ്ങളും തോറ്റവനല്ല എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കൊച്ചു. അപ്പം ഷായ്ച്ച നോക്കുമ്പോൾ കൊച്ചു ശ്വാസം എടുക്കുന്നില്ല, കണ്ണും മറയുന്നു. ഷായ്ച്ച പറഞ്ഞു, കൊച്ചു ശ്വാസം എടുത്ത് നീ മൗത്ത് കൊടുക്കാൻ പറഞ്ഞു, വായിൽ കൂടെ ശ്വാസം കൊടുക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ നേഴ്സാണെങ്കിലും എനിക്കത് ചെയ്യാനായിട്ട് മനസ്സ് വരുന്നില്ല. ഞാൻ പറഞ്ഞു, ജീസസ് നെവർ ഫെയിൽസ്, യേശുവെ ഞാൻ നിന്നെ വിശ്വസിച്ചാണ് ഞാൻ എന്റെ കുഞ്ഞിന് മരുന്ന് കൊടുക്കാതെ. എന്റെ കർത്താവ് സൗഖ്യമാക്കാൻ ശക്തനാണ്. ശത്രുവെ നിനക്ക് എന്റെ കുഞ്ഞിന്മേൽ അധികാരമില്ല. അവന്റെ ജീവനെ കൊടുത്തത് യേശു കർത്താവാണ്. അങ്ങനെയാണെങ്കിൽ അവന്റെ ജീവനെ തൊടാൻ നിനക്ക് അധികാരമില്ല. ഇങ്ങനെ വിശ്വാസം ഇങ്ങനെ ഓരോ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഷായ്ച്ച പറഞ്ഞു, നീ പെട്ടെന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് വണ്ടിയെ കയറാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് വണ്ടിയെ കയറി. വണ്ടിയെ ഓടിക്കുന്നിടയ്ക്കും ഷായ്ച്ച ചോദിക്കുന്നുണ്ട്, അവൻ ശ്വാസം എടുക്കുന്നുണ്ടോ. അപ്പൊ വണ്ടി വെച്ച് ഒരു പ്രാവശ്യം അവനൊന്ന് ഒന്ന് ശ്വാസം എടുത്തു, പിന്നെ നിന്നു. അത് കഴിഞ്ഞ് വെച്ച് ഞങ്ങൾ നേരെ ഇവിടെ ഹൗസ് ഡോക്ടേഴ്സ് ആണ്. അപ്പൊ നേരെ ഹൗസ് ഡോക്ടറിന്റെ അടുത്ത് നേരെ കൊണ്ടുപോയി. ഞങ്ങൾ വരുന്ന കണ്ടപ്പോ അവര് പെട്ടെന്ന് ഡോറ് തുറന്നു, റൂമും തുറന്നു, ഷോക്ക് റൂം തുറന്നു തന്നു. ഞങ്ങൾ അവിടോട്ട് കിടത്തി. എന്നിട്ട് അവര് പെട്ടെന്ന് അവന് ഷോക്ക് കൊടുത്തു, പല കാര്യങ്ങൾ ചെയ്തു. ഞങ്ങളെ വേറെ ഒരു മുറിയിലോട്ട് കയറ്റി കഥ അടച്ചു. പെട്ടെന്ന് ഷായ്ച്ചാൻ ടെലിഫോൺ ബൂത്തിൽ പോയി എല്ലാവർക്കും ടെലിഫോൺ വിളിച്ച് പറഞ്ഞു, പ്രാർത്ഥിക്കുക, ഇതുപോലെ ഇങ്ങനെ ഒരു ഇത് സംഭവിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പൊ നാട്ടിലെ സഹോദരങ്ങളെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു തമിഴ് ചർച്ചിൽ ഞങ്ങൾ പഠിക്കുന്ന ചർച്ചിൽ അവരെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമുക്കറിയാവുന്ന മലയാളികൾ വിശ്വാസികളായിട്ടുള്ളവരോടൊക്കെ 1-2 പേരെ ഉള്ളു ഇവിടെ വിശ്വാസം, അവരോടൊക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ പക്ഷെ ഞാൻ ആ സമയത്തെല്ലാം പലരും തമിഴ് ചെയ്യുന്ന അതിനിടയ്ക്ക് കൊച്ചിനെ
പല ടെസ്റ്റുകള് ഒക്കെ ചെയ്തു. CT സ്കാൻ എടുത്തു, പിന്നെ നട്ടലിന്ന് ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നു. പിന്നെ അവര് ചോദിച്ചു എപ്പിലെപ്സി വന്നാണോ, എപ്പിലെപ്സി നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ, ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ എന്നിട്ട് അങ്ങനെ പലരും വന്നു കണ്ടു. അപ്പൊ ഷായിച്ചാൻ പറഞ്ഞു ഇവരോടൊക്കെ നീ സംസാരിക്കുക, ഇവരിൽ നിന്ന് കാണാൻ വന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോ സംസാരിച്ചു കഴിഞ്ഞാല് നമുക്ക് ശത്രുവിന് നമ്മൾ ഒട്ടും ഇടം കൊടുക്കരുത്. ഞാനിങ്ങനെ വിശ്വാസത്തിൽ ദൈവത്തിന്റെ വചനം തന്നെ പറഞ്ഞു, ഞാൻ വിശ്വാസത്തിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇങ്ങനെ ഇരുന്നു. ദൈവം അത് കഴിഞ്ഞിട്ട് അവനെ ഇന്റൻസിലാക്കി. അവര് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാൻ തുടങ്ങി. പിന്നെ കത്തീറ്റർ ഇട്ടു, ട്രിപ്പ് കൊടുത്തു. ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഇപ്പോഴത്തേക്ക് കുറെ മണിക്കൂറുകൾ കടന്നുപോയി. ഞങ്ങളെ അത് ഇന്റൻസിലെല്ലാം അഡ്മിറ്റ് എല്ലാം ആക്കി. എല്ലാം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങളെ വിളിച്ച് അകത്ത് വന്ന് കുഞ്ഞിനെ കാണാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്ന് കാണുമ്പം ഞങ്ങളോട് ഷെഫാർഡ്സ് പറഞ്ഞു, നിങ്ങൾ ഇത്രയും നേരം ആ കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് എമർജൻസി ഡോക്ടറിനെ വിളിച്ചില്ല? ഇത്രയും മണിക്കൂർ അവിടെ വീട്ടിൽ നിന്ന് ഡോക്ടറിന്റെ ഹൗസ് ഡോക്ടറിന്റെ അടുത്തോട്ട് വരുന്നിടം വരെ കുറെ മണിക്കൂറുകൾ കടന്നുപോയല്ലോ, സമയം കടന്നുപോയില്ലേ? അത്രയും നേരം കൊച്ചിന് ഓക്സിജൻ ഇല്ലാതിരുന്നില്ലേ? ഇനി ആ കുഞ്ഞിന്റെ ബുദ്ധി എന്തായിത്തീരുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിശ്വാസത്തോടെ ഞാൻ പറഞ്ഞു, ഇല്ല, എന്റെ കർത്താവ്, ഞാൻ സേവിക്കുന്ന കർത്താവ് ജീവുള്ള ദൈവമാണ്. എന്റെ നോർമൽ കുഞ്ഞിനെ കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് വരും, എന്റെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഞാൻ ഓക്കെ. അപ്പൊ അവര് ഓർത്ത് എനിക്കെന്തോ തലയ്ക്കെന്തോ ഭ്രാന്ത് പിടിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അവരെ ഇന്റൻസീവിലെല്ലാം ആക്കി കഴിഞ്ഞ് ഞങ്ങളെ ഇന്റൻസീവ് കയറ്റി വിട്ടു. നിങ്ങൾ പോയി കാണാൻ പറഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പം ഇതെല്ലാം ഇങ്ങനെ അവനെ ട്യൂബെല്ലാം ഘടിപ്പിച്ച് ഇങ്ങനെ അവൻ കിടക്കുകയാണ്. കാരണം അനക്കമൊന്നുമില്ല, ശ്വാസം മാത്രം ഇങ്ങനെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് പെട്ടെന്ന് ദൈവാത്മാവ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തന്നത്, കർത്താവേ, നീ ഈ ലോകത്തിലാണ് ഇപ്പൊ 33.5 വയസ്സിൽ നിന്റെ തിരുരക്തം ഈ ലോകത്തിൽ മനുഷ്യർക്ക് വേണ്ടി നീ ഒഴുകി. യേശുവിന്റെ രക്തം ഇവന്റെ ശിരകളിൽ കൂടെ, ശിരസിൽ കൂടെ, ഇവന്റെ എല്ലാ ഞരമ്പുകളിൽ കൂടെ ഒഴുകട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ തൂത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം നിന്നപ്പോൾ അവർ പറഞ്ഞു, വെളിയിൽ പോകണം, ഇനിയും ഷെഫാർഡ്സിന്റെ മെയിൻ ഡോക്ടറിന്റെ വിസിറ്റ് ഉണ്ട്, പിന്നെ ന്യൂറോളജി ഡോക്ടറെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, അവർ വന്ന് നോക്കട്ടെ, അവന്റെ റിയാക്ഷൻ ഒക്കെ നോക്കട്ടെ, എന്തായിത്തീരും നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ വെളിയിൽ ഇറക്കി. ഞങ്ങള് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പലരും വന്ന് കാണാൻ വരുന്നുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി എന്ന് പറയാം. ഒരു വൈകിട്ട് ഒരു 5:30 ആയപ്പോഴത്തേന് പെട്ടെന്ന് ശത്രു എന്റെ മനസ്സിൽ പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ കൊണ്ടുവന്നു. കാരണം ഞാൻ തലേദിവസം അവന് നാട്ടിൽ നിന്ന് ഒരു വെള്ള ജുബായും പാൻറ്റും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിന്റെ തലേദിവസം സൺഡേ ആരാധനയ്ക്ക് പോയിട്ട് ഞാനത് നല്ല തുണിയാണ്, ഞാൻ കൈകൊണ്ട് കഴുകി ഞാനിങ്ങനെ ബാത്റൂമിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ശത്രു ആ ഒരു ഇത് പടം മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നിന്റെ കൊച്ചിനെ നിനക്ക് ഈ ഡ്രസ്സ് ഇടിച്ചോണ്ട് അടക്കാം എന്ന് പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിലായി ഇത് ശത്രു പറയുവാണ്. ഞാൻ പറഞ്ഞു, ഇല്ല ഷാജി, നിനക്ക് എന്റെ കുഞ്ഞിന് മേലെ യാതൊരു അധികാരമില്ല. അതേ ഉടുപ്പിട്ടുകൊണ്ട് അടുത്ത സൺഡേ എന്റെ കുഞ്ഞ് സ്റ്റേജിൽ നിന്ന് സാക്ഷി പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ഞാൻ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. കാരണം നമ്മൾ മനുഷ്യ സംശയങ്ങളുണ്ട്, എന്നാലും വാഗൊണ്ട് ഞാൻ അത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് വൈകിട്ട് കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേന് ഷെഫാർഡ്സ് വിസിറ്റ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഡോക്ടർ, ഞങ്ങൾ വെളിയിൽ നിൽക്കുവാണ്. അപ്പൊ ഡോക്ടർ ഓടി വന്നിട്ട് പറഞ്ഞു, നിന്റെ മോൻ എഴുന്നേറ്റിരുന്നു, അവന്റെ പേര് ഷറോൺ എന്ന് പറഞ്ഞു. അവര് പറഞ്ഞതുപോലെ ഒന്നും ദൈവം ഇടയാക്കാതെ, അവന്റെ ഓർമ്മശക്തിക്കോ ബുദ്ധിക്കോ ഒന്നും കേടുവരാതെ ദൈവം അവന്റെ നോർമൽ ബുദ്ധിയോടെ അവൻ തിരിച്ചു വരുവാൻ ദൈവം സഹായിച്ചു. അതുപോലെ എനിക്ക് അതേപോലെ എന്നോട് പറഞ്ഞ ആ ഡോക്ടർമാരുടെ ആ ഹൗസ് ഡോക്ടറിനോട് വിളിച്ച് എനിക്ക് പറയാൻ സഹായിച്ചു. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, അതുപോലെ തന്നെ എന്റെ ദൈവം എന്റെ കുഞ്ഞിനെ എനിക്ക് നോർമലായി തിരികെ തന്നു എന്ന്. ദൈവത്തിന്റെ ആ അത്ഭുത പ്രവൃത്തി. അതുപോലെ അത് കഴിഞ്ഞിട്ടും ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും ഡോക്ടർ പറഞ്ഞു, എപ്പോഴും നിന്റെ വീട്ടിൽ നീ ഡൈസഫം സപ്പോസിറ്റർ വെച്ചേക്കണം, കാരണം ഇനി ഇതുപോലെ ഫിറ്റ്സും എല്ലാം വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അത് വച്ചേക്കണോന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഷായിച്ചാൻ എയർപോർട്ടിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഷായിച്ചാൻ ജോലിക്ക് പോയി, നൈറ്റ് ഡ്യൂട്ടിയാണ്. ഞാനും കുഞ്ഞുങ്ങളും കൂടി ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഇതുപോലെ തന്നെ ഷറോൺ എന്നാണ് അവന്റെ പേര്. അവൻ എഴുന്നേറ്റിട്ട് അവന് ഭയങ്കര നടുവേദനയായിട്ട്
അവൻ ഇരിക്കാനും വയ്യ, അവനിങ്ങനെ പെട്ടെന്ന് എഴുന്നേക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എഴുന്നേറ്റിട്ട് വട്ടത്തിൽ ഓടി നടക്കുന്നുണ്ട്, ഇങ്ങനെ നടക്കുക. അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അയ്യോ ഇവരെ നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്തുകൊണ്ടാണോ, എന്താണ് ദൈവമേ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് വീണ്ടും ബൈബിൾ തുറന്നപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, സെഫന്യാവിന്റെ പുസ്തകത്തിൽ നിന്നും ഞാൻ നീ ഇനി അനർത്ഥം കാണുകയില്ല എന്നുള്ളൊരു വാക്യം. അപ്പം ഞാൻ ആ വചനത്തെ പിടിച്ചു, കർത്താവെ നീ അനർത്ഥം കാണുകയില്ലെന്ന് പറഞ്ഞു. കർത്താവ് ഇതെന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ പെട്ടെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അവൻ സാവകാശം ഇരുന്നു. ആ ഒരു നടുവേദന പിന്നെ അവന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. ആ ഒറ്റ പ്രാവശ്യം അത് വന്നിട്ടുള്ളൂ. അതുപോലെ ആ പിറ്റ്സ് പിന്നെ പിറ്റ്സ് അങ്ങനെ പിന്നെ ഒരു പ്രാവശ്യം പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ അവൻ ഈ ദേശത്ത് പിന്നെ തുടർന്ന് പഠിക്കാൻ ദൈവം സഹായിച്ചു. സ്കൂൾ സമയത്തും പല പോരാട്ടങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു. 8ാം ക്ലാസ്സിൽ വെച്ച് പഠിക്കുമ്പോൾ മാർക്ക് വളരെ കുറഞ്ഞു. അവർ പറഞ്ഞു സ്കൂളിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഈ 8ാം ക്ലാസ്സിലെ മാർക്സിന് തീരെ മാർക്ക് കുറവാണ്, മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മുമ്പോട്ട് വിടത്തില്ല, പിന്നെ അടുത്ത ക്ലാസ്സിൽ തന്നെ അവിടെ തന്നെ ഇരുത്തും, അല്ലെങ്കിൽ വേറെ സ്കൂളിൽ പറഞ്ഞു വിടും, ഈ സ്കൂളിൽ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആ വിഷയത്തിലും ദൈവസേനയിൽ അപ്പൊ ഞങ്ങൾ നാട്ടിൽ പോകാനായിട്ടെല്ലാം ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ അതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ദൈവസേനയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് അവരെ എക്സ്ട്രാ ക്ലാസ് കൊടുത്തു. ദൈവത്തിന്റെ കൃപയാൽ അവിടെ അവൻ ഏറ്റവും നല്ല മാർക്കോടെ പാസ്സായി. 10ാം ക്ലാസ്സിൽ നല്ല ക്വാളിഫിക്കേഷനോടെ പാസ്സാകുവാൻ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ +2 പഠിച്ചു. +2 പഠിച്ചു കഴിഞ്ഞിട്ട് അവന് +2 പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്തെടുക്കണമെന്ന് അവൻ അറിയത്തില്ല, ഏത് ഇതിലേക്ക് പോകണമെന്ന് അറിയത്തില്ല. കാരണം അവന്റെ കുഞ്ഞിനെ മുതൽ നല്ലപോലെ ബൈബിൾ വായിക്കും. വായിക്കാൻ തുടങ്ങി അന്ന് മുതൽ ബൈബിൾ വായിക്കും. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ബൈബിൾ വായിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പറയും, ഷറോൺ നിർത്ത്, ഇനി പഠിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞാല് അവന് പുസ്തകങ്ങളൊക്കെ ഒത്തിരി വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അങ്ങനെ അവന് +2 പാസ്സായി. അത് കഴിഞ്ഞപ്പം പിന്നെ എന്ത് ചെയ്യണം അറിയത്തില്ല. പെട്ടെന്ന് ഒരു ദിവസം അവൻ പറഞ്ഞു, ഞാൻ ഇന്ത്യക്ക് പോവാണ്, ഒരു കുറച്ച് നാൾ സോഷ്യൽ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ത്യക്ക് പോകാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, വേണ്ട നീ ഇന്ത്യക്ക് പോകണ്ട, കാരണം ഇന്ത്യക്ക് ഒന്നും പോകണ്ട, നീ ഇവിടെ എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ അതിനെ വിലക്കി. അത് കഴിഞ്ഞപ്പം അവൻ ഞങ്ങൾ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ആഫ്രിക്കയ്ക്ക് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആഫ്രിക്കയ്ക്ക് പോകണ്ട, അങ്ങനെയാണെന്ന് ഇന്ത്യക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. അന്നേരം ഈ അവിടെ ആഫ്രിക്കയിൽ ഈ രോഗം എബുല എന്ന് പറഞ്ഞ ആ രോഗം ഭയങ്കരമായിട്ട് ഉള്ള സമയമാണ്. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട നീ അന്ന് അങ്ങനെയാണെങ്കിൽ നീ ഇന്ത്യക്ക് തന്നെ പോയിക്കോളാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, മമ്മി ഇനി എന്നോട് അങ്ങനെ പറയരുത്, ഞാൻ ഇന്ത്യക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ഇന്ത്യക്ക് പോകണ്ടെന്ന് പറഞ്ഞു, ഇനി ആഫ്രിക്കയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ എല്ലാം ചെയ്തു, ഞാൻ പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങള് ഇങ്ങനെ ഇംഗ്ലണ്ടിൽ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഇവന് പോവല്ലേ, അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഇംഗ്ലണ്ട് യാത്ര ചെയ്തു. ഇംഗ്ലണ്ട് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ അവിടെ നമ്മുടെ കസിൻ എന്ന് പറഞ്ഞ ഇന്ന് ഇബ്രഹാം പുത്തമ്പറയ്ക്കൽ എന്നാണ് ഞങ്ങൾ കുഞ്ഞാച്ചൻ എന്നാണ് വിളിക്കുന്നത്. ആ അങ്കിളൊക്കെ അന്ന് ഇപ്പം അങ്കിളുടെ മോൻ അന്ന് ഇവിടുന്ന് ജർമ്മനിയിലായിരുന്നു അവരെല്ലാം. അവർ ജർമ്മനിയിൽ നിന്ന് അവര് ഇംഗ്ലണ്ടിലോട്ട് മാറി. അപ്പം ഞങ്ങൾ അവിടുത്തെ ചർച്ചിൽ ഇങ്ങനെ ഉപവാസപ്രാർത്ഥനയ്ക്ക് അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കും. ഒരു വൈകിട്ടത്തെ ഒരു മീറ്റിംഗ് ഞങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ചെല്ലുമ്പം ആ ദേവദാസൻ ഇവരെ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ആഫ്രിക്കയില് കറുത്ത വർഗ്ഗക്കാരുടെ നിനക്ക് ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് ഞാൻ നിന്നെ കാണുന്നെന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, കാരണം ഇവനെ നമ്മൾ തടഞ്ഞു വെച്ചാലും ദൈവത്തിന്റെ പദ്ധതിയാണ്. അങ്ങനെ അവന് ഇവിടുന്ന് ഒരു വർഷത്തേന് ആഫ്രിക്കയ്ക്ക് പോയി അവിടെ പോയി അനാഥാലയത്തിൽ അവരെ സഹായിക്കാനും അവിടെയുള്ള അനാഥാലയത്തിലെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരിക, അതിന്റെ വീഡിയോ എടുത്ത് ഞങ്ങളെ അയച്ചു തരികയൊക്കെ ചെയ്തു. അങ്ങനെ പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വരുന്നത് അവൻ മെഡിസിൻ പഠിക്കണമെന്നുള്ള അങ്ങനെ ഒരു തീരുമാനത്തോടാണ് വരുന്നത്. അങ്ങനെ മെഡിസിൻ പഠിക്കണം എന്നുള്ള ആ തീരുമാനത്തോടെ വരുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, കാരണം അവനും +2 ക്വാളിഫിക്കേഷൻ നല്ല മാർക്കോട് പാസ്സായെന്ന് പറഞ്ഞാലും മെഡിസിൻ പഠിക്കണമെങ്കിൽ നല്ല മാർക്ക് വേണം, ജർമ്മനി പ്രത്യേകിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എങ്ങനെ മെഡിസിൻ പഠിക്കാനാ? പണ്ട് മെഡിസിൻ പഠിക്കാൻ എന്ന് പറയുമ്പോൾ അവൻ പറയാറുണ്ട്, വേണ്ട നിങ്ങളുടെ ഇഷ്ടമല്ലേ മെഡിസിൻ, എനിക്ക് ഇഷ്ടമില്ലെന്ന് പറയായിരുന്നു. അപ്പൊ നീ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് ചോദിച്ചു. പറഞ്ഞു അന്നേരം പറഞ്ഞു, എനിക്ക് അത് പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ ചോദിച്ചു, ദൈവം നിന്നോട് സംസാരിച്ചോ? ഇവൻ അതിനു മുമ്പ് എപ്പോഴും എന്നോട് ചോദിക്കായിരുന്നു, മമ്മി എന്താ പഠിക്കുന്നത്, എനിക്കറിയത്തില്ല, ആഫ്രിക്കയിൽ നിന്ന് വിളിക്കുമ്പോൾ പറയുമായിരുന്നു. അപ്പൊ ഞാൻ 25ാം സങ്കീർത്തനത്തിൽ ഒരു വചനം ഉണ്ടല്ലോ, യഹോവ ഭക്തനായ പുരുഷൻ താൻ തിരഞ്ഞെടുക്കുന്ന വഴി ദൈവം അവന് കാണിച്ചു കൊടുക്കും, അവൻ സുഖത്തോടെ വസിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. അതുകൊണ്ട് നീ ദൈവത്തോട് ചോദിച്ചു, എന്താന്ന് വെച്ചാൽ നീ തീരുമാനിച്ചോ, ദൈവത്തോട് ചോദിക്കണം. പക്ഷെ അതിനുവേണ്ടി നീ ഒരു ദിവസം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവത്തോട് ചോദിച്ച് മാത്രമേ നീ പോകാമെന്ന് പറഞ്ഞു. എന്നാലേ നിനക്ക് ആ പ്രൊഫഷനിൽ സന്തോഷമായി ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവന് ഒരു ദിവസം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവനോട് അത് ഇടപെട്ടു. അങ്ങനെ അവന് ആഫ്രിക്കയിൽ മെഡിസിൻ പഠിച്ചോട്ടെ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, വേണ്ട, നീ ഇങ്ങു പോരെ, ഇവിടെ നമുക്ക് എവിടെയും നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഇവിടെ വന്നു. അവൻ തന്നെ
എല്ലാ കാര്യങ്ങളും പേപ്പർ കാര്യങ്ങളെല്ലാം ശരിയാക്കി അങ്ങനെ ബൾഗേറിയയിൽ മെഡിസിൻ പഠിക്കാൻ പോയി. ഇന്നവന് 6ാം വർഷം മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ശത്രു കാരണം ഞാൻ ഏത് ഹോസ്പിറ്റൽ അവനെ ഇവൻ ഇനിയും ഒരു റോൾ സ്റ്റൂളിൽ ഇരിക്കും, ഇനി ഇവന് ഇത്രയും നേരം ബുദ്ധി മരിച്ച അവസ്ഥയിലാണ് എന്ന് പറഞ്ഞ ഏത് ഹോസ്പിറ്റൽ അവനെ വെല്ലുവിളിച്ചോ അതേ ഹോസ്പിറ്റലിൽ അവന് പ്രാക്ടിക്കൽ ചെയ്യുവാൻ ദൈവം വഴിയൊരുക്കി. ഇപ്പൊ 6ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ പഠിത്തത്തിലും പല വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. കൊറോണ സമയത്തൊക്കെയും ഭയങ്കരമായ ക്ലാസ്സുകളൊന്നും ഇല്ലാതിരുന്നപ്പം പഠിത്തത്തില് മാർക്ക് കുറയുകയും ഒക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടു. എന്നാൽ അവിടെയൊക്കെയും ദൈവമാണ് അവനെ നിലനിർത്തിയത്. കാരണം ഞാൻ അവനെ കുറിച്ച് പഠിത്ത കാര്യത്തിൽ ഞാൻ എക്സാം ആണെന്ന് പറയും, പ്രാർത്ഥിക്കണമെന്ന് പറയും. പക്ഷെ ഞാൻ പലപ്പോഴും മറന്നു പോകും പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം. കാരണം നമുക്ക് പല കാര്യങ്ങൾ വരുമ്പോൾ അത് ഞാൻ വിട്ടുപോകും. അത് കഴിയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അവൻ എക്സാം ആയിരുന്നു, പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നല്ലോ, പ്രാർത്ഥിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർക്കും. അങ്ങനെ സീരിയസ് ആയിട്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നുള്ളൂ. എപ്പോഴും ഞാൻ ഓർക്കും, കർത്താവ് അവനെ അയച്ചുവെങ്കിൽ കർത്താവ് ബാക്കി കാര്യം പൂർത്തീകരിക്കും, അതിന് ദൈവം ശക്തനാണ്. അങ്ങനെ ഇന്ന് 6ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ അവിടെ അഗപ്പ എന്ന ബൾഗേറിയൻ ചർച്ചിലും വചനം സൃഷ്ടിക്കാനൊക്കെ ദൈവം അവനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഇവിടെ ഒരു യൂത്ത് മീറ്റിംഗ് നടത്തുന്നു. വെള്ളിയാഴ്ച തോറും ഓൺലൈനിൽ യൂത്ത് മീറ്റിംഗ് ഉണ്ട്. കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ഒരു യൂത്ത് കോൺഫറൻസ് നടത്തുവാൻ ദൈവം സഹായിച്ചു. ഒരു 120 പിള്ളേർ ജർമ്മനിയിലെ പല ഭാഗത്തുനിന്നും കടന്നു വന്നു. അത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര അനുഗ്രഹമായിരുന്നു. നമ്മുടെ എല്ലാ വീടുകളിലായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ താമസിപ്പിച്ച് ഒത്തിരി ദൂരെ നിന്നൊക്കെ കുഞ്ഞുങ്ങൾ വന്നു. അങ്ങനെ ദൈവം അവനെ ഇതുവരെയും കൊണ്ടുവന്നു. ഇത് ലാസ്റ്റ് വർഷമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ 2ാമത്തെ മോന്റെ സാക്ഷി ഞാൻ പറയാൻ പോവാണ്. ഞാൻ ഈ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ ഈ അനുഭവങ്ങൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചതാണ്. ഞാൻ അത് പറയാൻ മറന്നുപോയി. കാരണം ഞാൻ എപ്പോഴും ഇവിടെ ഉള്ള കത്തോലിക്കൻ വിശ്വാസി വന്നവരൊക്കെ ഈ അവിശ്വാസികൾ വരുമ്പോൾ അവരോട് അവരുടെ അനുഭവങ്ങൾ പറയും. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അവർക്കൊക്കെ അനുഭവമുണ്ട്, എനിക്കാണെങ്കിൽ ഒരു അനുഭവം ഇല്ല. ഞാൻ പെന്തിക്കോസിൽ ജനിച്ചുകൊണ്ട് എനിക്ക് ഒരു അനുഭവം ഇല്ലല്ലോ കർത്താവ്. ഇങ്ങനെ ഞാൻ മനസ്സിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു. ഈ അനുഭവങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്, ഞാൻ ചോദിച്ചതിന് ഉത്തരവാണല്ലോ ദൈവം തന്നതെന്ന്. പക്ഷെ ഈ അനുഭവമൊക്കെ വന്നപ്പോൾ ഞാൻ ഒത്തിരി കരയുകയും ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ 2ാമത്തെ മോൻ ജനിച്ചു കഴിഞ്ഞിട്ട് അവനെ ഒരു 4 മാസമായപ്പോൾ, കാരണം ഞങ്ങളെ നിലത്തൊരു വീട് വാങ്ങിച്ചു, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഷായ്ച്ചാൻ ഒരു പുതിയ ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനിലാണ്. അപ്പം അങ്ങനെ ബിസിനസ് തുടങ്ങാനായിട്ടുള്ള പ്ലാൻ നിൽക്കും. അപ്പൊ നമുക്ക് കുഞ്ഞിനെയും കൂടി ജോലിയും, പിന്നെ മോക്കന്ന് 9 വയസ്സും മറ്റേ മോന് 8 വയസ്സേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് സ്കൂളിൽ പോകണം, കുഞ്ഞിനെ ആര് നോക്കും? അങ്ങനെ ഒരു വിഷമം വന്നതുകൊണ്ട് ഷായ്ച്ചാന്റെ പെങ്ങടെ അടുത്ത് ഞങ്ങൾ കൊണ്ടുവന്ന് വിട്ടു 3-4 മാസമുള്ള കുഞ്ഞിനെ. പക്ഷെ എനിക്കത് ഭയങ്കര ഒരു വിഷമമായിരുന്നു. എന്റെ ഹൃദയത്തിൽ അത് വലിയൊരു വേദനയായിരുന്നു. എനിക്ക് എപ്പോഴും കുഞ്ഞുങ്ങളുടെ ശബ്ദം എനിക്കത് കഴിഞ്ഞ് ഞാൻ എന്റെ മെറ്റേണിറ്റി അവധി കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് കയറിയതും ഈ മെറ്റേണിറ്റി വാർഡിനടുത്താണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദം കേൾക്കുമ്പോൾ എന്റെ ഹൃദയം കിടന്ന് പഠിക്കും. അങ്ങനെ ഒരു വലിയൊരു ഭാരം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ എപ്പോഴും പ്രാർത്ഥനപ്പുറയിൽ പോയിരിക്കും, പ്രാർത്ഥിക്കുന്ന ദൈവമേ എന്റെ കുഞ്ഞിനെ എപ്പം കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ 2.5 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ അവനെ തിരിച്ച് നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ അവന് ഇവിടെ കൊണ്ടുവന്നവരും അവനും ഭയങ്കര, ഞങ്ങൾ ഒരു അപരിചിതരെ പോലായിരുന്നു. കാരണം അന്നത്തെ സമയത്ത് നമുക്ക് ടെലിഫോൺ വിളിക്കുന്നേ ഉള്ളൂ, വീഡിയോ കോൾ ഇല്ല. അപ്പൊ നമ്മളെ കാണുന്നില്ല. അപ്പൊ ഞാൻ അവനെ വിളിച്ചോണ്ട് വരുമ്പം അവരാണ് അവന് എല്ലാം. ഞാന് നമ്മളെ ആരെയും അറിയത്തില്ല. പിന്നെ അവനെ ഞങ്ങൾ പിടിച്ച വിടി ഇവിടെ കൊണ്ടുവന്നെങ്കിൽ അവനും അതിൻ്റെതായ മാനസികമായ ഒത്തിരി ഭാരത്തിലൂടെ കടന്നുപോയി. അവന് ഒരു 10 വയസ്സുള്ളപ്പോഴ് ഞങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ അവധിക്ക് ഞങ്ങളിങ്ങനെ ഒരു ടേബിളിന്റെ അടുത്ത് ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു മെമ്മറി എന്തോ കളിച്ചോണ്ടിരിക്കുമ്പം ഇവനെ പെട്ടെന്ന് തല ഇങ്ങനെ താഴോട്ട് പോയിട്ട് തല പൊക്കാനായിട്ട് ശ്രമിക്കുന്നു. കണ്ണിങ്ങനെ മേളിലോട്ട് മറിഞ്ഞു പോകുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടു. അപ്പൊ ഞാൻ ഓർത്ത് ഇവൻ എന്താ കാണിക്കുന്നത് എന്നോർത്ത് ഞാനിങ്ങനെ, അപ്പൊ ഞാൻ മൂത്തവരോട് 2 പറഞ്ഞു, നോക്കിക്കേ ഇവനെന്താ കാണിക്കുന്നത്, നോക്കിക്കേ ഇവനെന്തോ ഇതുണ്ടല്ലോ. അപ്പം പിന്നെ ഞങ്ങൾ വാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം വാച്ച് ചെയ്യുമ്പം അത് ശരിക്കും എന്തോ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഇവനെയും കൊണ്ട് നേരെ പിള്ളേരുടെ ഡോക്ടറുടെ അടുത്ത് പോയി, പീഡിയാട്രിന്റെ അടുത്ത് പോയി. നമുക്കൊരു ഡോക്ടറുണ്ട്. അവരുടെ അടുത്ത് ചെന്നപ്പോ അവളെ എപ്പോഴും നോക്കുന്ന ഡോക്ടർ അല്ലായിരുന്നു, അന്ന് വേറൊരു ഡോക്ടറാണ്. അപ്പൊ ഡോക്ടർ ഇത് കണ്ടിട്ട് പറഞ്ഞു, ചിലപ്പോ നിങ്ങൾക്ക് തോന്നിയതായിരിക്കും, ചിലപ്പം പിള്ളേർ എന്തെങ്കിലുമൊക്കെ കാണിക്കും, അത് നീ വലിയ കാര്യമായിട്ട് എടുക്കണ്ട, അത് രോഗമൊന്നും അല്ല എന്ന് പറഞ്ഞ് വിട്ടു. അവർ ചെക്ക് ചെയ്തിട്ട് അവരൊന്നും കണ്ടില്ല, ആ സമയത്തൊന്നും ഉണ്ടായില്ല, വിട്ടു.
അപ്പം എനിക്ക് ഭയങ്കര വിഷമം. പിന്നെ ഞാനിത് കാണുന്നുണ്ട്, പക്ഷെ ഡോക്ടറെ അടുത്ത് ഡോക്ടർ വിശ്വസിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും മനസ്സിൽ ഭാരപ്പെടുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഹൗസ് ഡോക്ടറിന്റെ അടുത്ത് ഞാൻ എന്തോ ജലദോഷത്തിന് ഡോക്ടറെ അടുത്ത് സിക്ക് ലീവ് എടുക്കാൻ വേണ്ടി ഞാൻ ചെന്നു. സിക്ക് ലീവ് എടുക്കാൻ ചെന്നപ്പോൾ അവർക്ക് എന്നെ അറിയാം. അപ്പൊ അവർ എന്നോട് ചോദിച്ചു, എന്നോട് ഇങ്ങനെ വിവരങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ അവരോട് എന്റെ കാര്യം, ഞാൻ ഈ കുഞ്ഞിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇനി ഇതിങ്ങനെ സംഭവിക്കുകയാണ്, നീ വീഡിയോ എടുക്കണം, നീ ഫോൺ വെച്ച് വീഡിയോ എടുത്തിട്ട് നീ അതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതെടുത്ത് വീഡിയോ എടുത്തു. വീഡിയോ മോനോട് പറഞ്ഞു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവന് അപ്പോൾ ഇവർ കളിക്കുന്ന ഇത് കണ്ടു, അവൻ വീഡിയോ എടുത്തു. ചെറിയ വീഡിയോയും കൊണ്ട് ഞാൻ അന്ന് ഞാൻ ചെന്നപ്പം ശരിക്കും ഇവനെ നോക്കുന്ന ഡോക്ടർ. അപ്പൊ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, മോനെ അവൻ എവിടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവൻ സ്കൂളിൽ പോയിരിക്കുന്നു. നീ ഇപ്പം തന്നെ അവനെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വാ, എന്നിട്ട് അവർ ഇവിടെ അടുത്തുള്ള ഞങ്ങൾ താമസിക്കുന്ന ആ സിറ്റിയിലുള്ള മെയിൻ ഹോസ്പിറ്റലെ വിളിച്ചിട്ട് അവിടുത്തെ ന്യൂറോളജി ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഉടൻ തന്നെ കുഞ്ഞിനെ കൂടെ വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ അന്ന് ഷാജാൻ ബിസിനസ് ആണ്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ 10 ദിവസം കിടക്കേണ്ടി വന്നു. ആ ഹോസ്പിറ്റൽ ഡോക്ടറെ അടുത്ത് ചെന്ന് ഇരിക്കുന്ന ഉടനെ തന്നെ ഇവനിത് ഉണ്ടായി. അവന്റെ അത് കൂടിക്കൂടി വരാൻ തുടങ്ങി, കാരണം ഫ്രീക്വൻസി കൂടാൻ തുടങ്ങി. അപ്പം ഡോക്ടർ ഇത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, കാരണം ഇത് എപ്പിലെപ്സിയുടെ ഇതാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവനെ എന്താ EEG ചെയ്യിച്ചു. തലയിലെല്ലാം ഇലക്ട്രോഡുകളെല്ലാം ഘടിപ്പിച്ച് EEG ചെയ്തു. അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഉറങ്ങാതിരുന്ന് EEG ചെയ്തു. കാരണം ഇത് വന്നു കഴിഞ്ഞിട്ട് ഇവന് ഭയങ്കര ഒരു എനർജിയാണ്. ഇവന് ഒറ്റ ഓട്ടം ഓടിക്കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചാൽ കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ അവൻ പോയി. ഹോസ്പിറ്റലിൽ അങ്ങനെ രാത്രി ഉറങ്ങാതിരുന്ന് അങ്ങനെ ചെക്കപ്പ് ചെയ്തപ്പോൾ അവർ കണ്ടുപിടിച്ചു ഇത് ആബ്സെൻസ് എപ്പിലെപ്സി എന്ന് ഡയഗ്നോസ് ചെയ്തു. ഭയങ്കരമായ വിഷമം തോന്നി. ഞാൻ ആ ഹോസ്പിറ്റലിൽ 10 ദിവസം ഞാൻ ആ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഇവര് മാറി മാറി മരുന്നുകൾ കൊടുക്കുന്നു. ഒരു മരുന്നും അവൻ പിടിക്കുന്നില്ല. ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, കൂടി വരുന്നു. അതുപോലെ അവൻ ഭയങ്കരമായിട്ട് വയലന്റ് ആകാം. നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അവന് നീ എന്താ ഇപ്പൊ കാണിച്ചെന്ന് ചോദിച്ചാൽ പറയും ഞാനൊന്നും കാണിച്ചത്, നിങ്ങൾ കള്ളം പറയുന്നു. അപ്പൊ നമ്മളെ വിശ്വസിക്കത്തില്ല. അപ്പൊ അവൻ അത് അറിയത്തില്ല അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്, അത് നമുക്കും മനസ്സിലാകുന്നില്ല. എന്നിട്ട് ഞാൻ ദിവസേന ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവ് എന്താന്ന്, ഞാൻ ഹോസ്പിറ്റലിൽ ഇവന് മരുന്ന് കൊടുക്കും. അപ്പൊ അവന് കിടന്ന് ഒത്തിരി അങ്ങ് ഉറങ്ങും. അപ്പം ഉറങ്ങുന്നുണ്ട്. ഞാനിങ്ങനെ ഇവിടെ നിന്ന് ബൈബിൾ വായിക്കും. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ബൈബിൾ വായിച്ചപ്പം ദൈവം എന്നെ യോബിന്റെ പുസ്തകം എനിക്ക് തന്നത്. ഞാനിത് വായിച്ചപ്പം ഞാൻ യോബിന്റെ കഷ്ടതയെ പറ്റിയൊക്കെ ഞാനിങ്ങനെ മനസ്സിലോട് ചിന്തിച്ചപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ യോബിനെ പോലുള്ള കഷ്ടത ചോദന എനിക്ക് തരല്ലേ കർത്താവേ. ഞാൻ യോബിനെ പോലെ നിഷ്കളങ്കനോ നേരുള്ളവനോ ദോഷം വിട്ടാൽ നടക്കുന്നോ ഒന്നുമല്ല. എന്നിൽ ബലഹീനതകളൊക്കെ ഉണ്ട്. എനിക്ക് ആ പരീക്ഷ തന്നാൽ ഞാൻ ദൈവസേനയിൽ പോലും നിൽക്കുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല, വിശ്വാസത്തിൽ പോലും ഞാൻ കാണുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് ആ പരീക്ഷ തരല്ലേ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ദൈവമേ നീ എന്താ എന്നോട് സംസാരിക്കുന്നത്, ഇങ്ങനെ വചനം തിരിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ദൈവം എന്നോട് സംസാരിച്ചു യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം. അതിനകത്തൊരു വചനമുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, 4-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കള് ഈ ചെങ്കടൽ കടക്കാൻ വേണ്ടി പെട്ടകം ചുമന്നുകൊണ്ട് ചെങ്കടൽ കടന്നു പോകുമ്പോൾ ആ യോർദാൻ കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ 2ആയി പിരിഞ്ഞു. ആ പെട്ടകം ചുമന്നുകൊണ്ട് പുരോഹിതന്മാർ അവിടെ നിൽക്കുമ്പോൾ ആ യോർദാന്റെ വക്കത്ത് കാലെടുത്ത് വെക്കുമ്പോൾ യോർദാന്റെ ഒഴുക്ക് നിൽക്കുന്നു. അതിൽ ഉണങ്ങിയ നിലത്തൂടെ ജനം അക്കരെ കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആ ചെങ്കടലിന്റെ ആ യോർദാന്റെ നടുക്കുന്ന് ഗോത്രസഖ്യക്ക് 12 കല്ലെടുക്കുക. ആ 12 കല്ല് ജ്ഞാപക കല്ലാണ്. അപ്പൊ ഞാനിത് വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായി. ജ്ഞാപക കല്ല് 12, ഇതൊന്നും ഇനി പ്രശ്നങ്ങൾ വരികയാണോ? യോബിനെ പറ്റി സംസാരിച്ചു, യോബിന്റെ ജീവിതത്തിലെ പോലെ പ്രശ്നങ്ങൾ ഇനിയും വരാനാണോ? ദൈവമേ, ഇത് തന്നെ ഇപ്പൊ സഹിക്കാൻ പറ്റുന്നില്ല, ഇനി ഇതിനും വലിയ പ്രശ്നം. ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അവിടെ വന്ന് നേഴ്സുമാരാണെങ്കിലും വന്നിട്ട് എന്നോട് ചോദിച്ചു, എല്ലാം ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എല്ലാം ഓക്കെ ആന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം സംസാരിച്ചു. ഇന്ന് ഞാനത് തിരിച്ച് മനസ്സിലാക്കുന്നുണ്ട്, ദൈവത്തിന്റെ വചനം എത്ര വാസ്തവമായിട്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നതെന്ന്. ഞാൻ അത് കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിൽ ഏകദേശം ഒരു മരുന്നൊക്കെ അവനെ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളെ അവര് ഡിസ്ചാർജ് ചെയ്തു. എല്ലാം 3 മാസം കൂടുമ്പോൾ വന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ മരുന്ന് തന്നു. മരുന്ന് വന്ന് ഞാനിവിടെ വന്നിരുന്ന അവനെ സോഫായി കിടത്തി ഞാൻ അടുത്ത് ഉപവസിക്കും, അവനവിടെ ഉറങ്ങും. ചിലപ്പോൾ ഈ മരുന്ന് കഴിക്കുമ്പം അവര് പറഞ്ഞ മരുന്ന് കുറച്ചാൾ വരുമ്പോൾ സമയം എടുക്കുന്നത് പിടിച്ചു വരാൻ വേണ്ടി. ഈ മരുന്ന് എടുക്കുന്ന ഉടനെ ചിലപ്പോൾ ഇന്ന് ശ്വാസം മുട്ടൽ വരും. ചിലപ്പം പറയും കറുവും എല്ലാം തുറക്ക എനിക്ക് കാറ്റ് കിട്ടുന്നില്ല, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, കഥ തുറക്കുന്നു പറഞ്ഞ് ഇങ്ങനെ പറയും. അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിലൊക്കെ കടന്നുപോയി. ഈ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർമാർ വന്ന് നമ്മളോട് സംസാരിക്കും. ഇപ്പം ഡോക്ടർ വന്ന് എന്നോട് സംസാരിച്ചതാണ്,
ഇത് എപ്പിലെപ്സി ആണ്, അബ്സെൻസ് എപ്പിലെപ്സി ആണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, എപ്പിലെപ്സി ഉള്ള പിള്ളേരുള്ള അവരുടെ മീറ്റിങ്ങുകളുണ്ട്, ആ മീറ്റിങ്ങിൽ നീ പോകണം. എന്നിട്ട് നീ അതിനെപ്പറ്റി പഠിക്കണം. അങ്ങനെയുള്ള കുഞ്ഞിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും, അവരോട് എങ്ങനെ ഇടപെടണം, അതൊക്കെ നീ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് നീ അതിൽ പോകണം. എന്നിട്ട് നിനക്ക് ബഹിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഹാൻഡിക്യാപ്റ്റുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ള കാർഡുകളൊക്കെ തന്നു, അതിനുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് ഈ രാജ്യത്ത്. അതുകൊണ്ട് നീ അതിനുള്ള ഇതൊക്കെ നിനക്ക് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇത് മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ ഡോക്ടറിന് പഠിക്കുന്ന പിള്ളേർ വരെ ഉണ്ട്. അതുകൊണ്ട് നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവരൊന്നും പറഞ്ഞിട്ട് എനിക്ക് ആ രോഗത്തെ ഒട്ടും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ ഭയങ്കരമായ വിഷമം. അതുകൊണ്ട് ഞങ്ങൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. ഞാൻ എല്ലാ 3 മാസം കൂടുമ്പോൾ അവനെ കൊണ്ട് പോകും, ചെക്ക് ചെയ്യും, ലൈറ്റ് അടിച്ച് അവർ പല വിധത്തിൽ അവർ ചെക്ക് ചെയ്യും. അങ്ങനെ പൊക്കോണ്ടിരുന്ന മരുന്ന് എടുത്തുകൊണ്ടേയിരുന്നു. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ ഈ മരുന്ന് കയ്യിലെടുത്തിട്ട് ഞാൻ ദൈവത്തോട് പറയും, കർത്താവ് ഞാൻ പോലും ഇത്രയും മരുന്ന് എനിക്ക് പോലും ഞാൻ പോലും ഒരു മരുന്ന് എടുക്കുന്നില്ല. പക്ഷെ എന്റെ കുഞ്ഞിന് ഇത്രയും കട്ടിയായിട്ടുള്ള മരുന്നുകൾ കൊടുക്കേണ്ട വരുന്നല്ലോ എന്നൊക്കെ ഓർത്ത് മനസ്സിൽ പ്രാർത്ഥിക്കും. അതുപോലെ ഞാൻ അവനെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇങ്ങനെ കുറെ നാളുകൾ പോയി. അത് കഴിഞ്ഞിട്ട് ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും, ഡോക്ടറെ മരുന്നൊന്ന് കുറയ്ക്കാൻ പറ്റുമോ എന്ന്. അപ്പൊ അവര് ചോദിക്കും, നിനക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അതൊരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേന് അവന്റെ അങ്ങനെ ഉണ്ടാകുന്ന അനുഭവം, ഇത് ഫിക്സ്, ചെറിയ ഫിക്സ്, ചെറിയ തല ഇങ്ങനെ വലിയ ഫിക്സ് അല്ലെങ്കിലും എപ്പിലെപ്സി വരാതിരിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ഓർത്തു, കർത്താവ് ഇനിയും മരുന്ന് ചെറുകെ കുറയ്ക്കണം. ഞാൻ വിശ്വാസത്തിൽ അവരോർത്ത് മരുന്ന് കുറയ്ക്കാന്ന് വെച്ച് ഞാൻ അങ്ങ് മരുന്ന് കുറച്ചിട്ട് നമ്മളെല്ലാ പ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അവർ ഈ മരുന്നിന്റെ ലെവൽ എവിടെ നിൽക്കുന്നതെന്ന് അവർ നോക്കും. അത് നമ്മുടെ അവന്റെ ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് അവിടുന്ന് ആ റിസൾട്ട് കൊണ്ട് വേണം നമ്മൾ ന്യൂറോളജി പോകാൻ. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ അവരും സത്യം നമുക്ക് വിശ്വസിക്കാം, നമുക്ക് മരുന്ന് നിർത്തും. എന്നിട്ട് ഞാൻ മരുന്ന് അങ്ങ് നിർത്തിയിട്ടും അപ്പം മരുന്ന് നിർത്തിയിട്ട് ഡോക്ടറെ അടുത്ത് പോയി ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്തപ്പം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ഞാൻ മരുന്നിന്റെ ലെവൽ വളരെ താഴെയാണല്ലോ നിൽക്കുന്നത്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതുണ്ടാകും, എന്ത് സംഭവിച്ചു, എന്താ നീ മരുന്ന് കൊടുത്തില്ല, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ഇവര് തലേദിവസം ശരിക്കും ഒരു വയറ്റിളക്കോ വിളിച്ചാത്തിലൂടെ വന്നായിരുന്നു. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം വയറ്റിളക്കോ ശാത്തിലുണ്ടാകും, ചിലപ്പോൾ അതിൽ നിന്ന് കുറഞ്ഞു പോയതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിങ്കളാഴ്ച വീണ്ടും ഞാൻ മരുന്ന് ഇതെടുക്കും, അപ്പൊ അടുത്ത തിങ്കളാഴ്ച എടുക്കും, ഒന്നുകൂടെ ഞാൻ ബ്ലഡ് എടുത്തിട്ട് ആ റിസൾട്ട് കൊണ്ട് വേണം പോകാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി, ദൈവമേ വിശ്വാസി മരുന്ന് നിർത്തിയിട്ട് ഇനിയും മരുന്ന് തുടങ്ങണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും മനസ്സിനോട് മരുന്ന് കൊടുത്തിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നു. ഈ റിസൾട്ടുമായിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്ന് ആ ന്യൂറോളജിയെ കാണിക്കുമ്പം ആ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, എന്നിട്ട് അവരെന്നോട് ചോദിച്ചു, എത്ര നാളായി ഇപ്പം ഇത് വരുന്നില്ല? ഞാൻ പറഞ്ഞിപ്പോ 2 വർഷം കഴിഞ്ഞു, ഇത് വരുന്നില്ല എന്ന് പറഞ്ഞു. 2 വർഷം പിന്നെ അത് ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മരുന്ന് നിർത്താമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ദൈവത്തിൽ ഭയങ്കര സന്തോഷം. കർത്താവ് എത്ര പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ്, അങ്ങനെ കംപ്ലീറ്റ് മരുന്ന് നിർത്താം. അപ്പൊ അഥവാ വന്നാൽ നമുക്ക് വീണ്ടും അത് തുടങ്ങേണ്ടി വരും. പക്ഷെ അത് നമുക്കിപ്പം നിന്റെ ആഗ്രഹം അത് തന്നെയല്ലേ, നിർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ റിസൾട്ട് നോക്കിയപ്പോഴും ഇത്ര പെട്ടെന്ന് ഇത് മാറിയത് അങ്ങനെ ഒരാർക്കും കണ്ടിട്ടില്ല, ഭയങ്കര അത്ഭുതമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് നിർത്തി. ദൈവത്തിന്റെ കൃപയാല് ഇന്ന് വരെയും പിന്നെ ആ മരുന്ന് എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്നോട് പറഞ്ഞ 6 മാസത്തിൽ വരുമ്പം നീ വന്ന് ചെക്ക് ചെയ്യണം. ഞാൻ പിന്നെ ആ വഴിക്കോട്ടേ പോയിട്ടില്ല. ദൈവം അവന് പരിപൂർണ്ണ സൗഖ്യം കൊടുത്തു. അതിനുശേഷം പിന്നെ അവന് ഡിപ്രഷൻ്റെതായ പ്രശ്നങ്ങൾ വന്നു. അവൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുക. ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, 7-8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകാൻ ഒട്ടും താല്പര്യമില്ല. കാരണം അവൻ സ്കൂളിൽ നിന്ന് വരും, വീട്ടിൽ വരും, ബാഗ് താഴെ വെക്കും, പ്രാർത്ഥന. ഞങ്ങൾക്കൊരു പ്രെയർ റൂം ഉണ്ട് ബേസ്മെന്റിൽ. അവനെ പ്രെയർ റൂമിൽ കയറും, കഥ അടയ്ക്കും, എന്നിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കും. അപ്പൊ ഏങ്ങലടിച്ച് കരയുന്ന ശബ്ദം എനിക്ക് അടുക്കളയിൽ നിന്നിട്ട് മേളത്തിൽ നിലയുന്നുണ്ട് എനിക്ക് കേൾക്കും. അപ്പൊ അവൻ അവിടെ നിന്ന് കരയുമ്പോൾ എനിക്ക് ഇവിടെ നിന്നിട്ട് ഭയങ്കരമായ സങ്കടം. ദൈവമേ, എന്താ അവന് നടക്കുന്നത്? എന്തിന് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല, സ്കൂളിൽ നിന്ന് വന്നാ ഭയങ്കര കരച്ചില്ല, ഇത് എന്താ വിഷയമെന്ന് അറിയത്തില്ല. അതുപോലെ സ്കൂളിൽ മാർക്ക് കുറയുന്നു. ഞാനാണെങ്കിൽ നമ്മള് ടീച്ചേഴ്സ് മീറ്റിംഗ്, നമ്മൾ ഒരു ടീച്ചറല്ല നമ്മളോട് സംസാരിക്കുന്നത്. ഏതൊക്കെ സബ്ജക്റ്റിൽ മാർക്ക് കുറയുന്നു ആ സബ്ജക്ട് ടീച്ചർമാരുടെ എല്ലായിടത്തും പോകണം. ഞാൻ ഒരു ടീച്ചറിന്റെ അടുത്ത് ഒരു ടീച്ചർ മാറി ടീച്ചർമാരുടെ അടുത്ത് ഇങ്ങനെ നടക്കുന്നു. ഭയങ്കരമായ വിഷമം. ഇവനോട് നമുക്കൊന്നും ചോദിക്കാൻ പറ്റത്തില്ല, ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അങ്ങനത്തെ ഭയങ്കരമായ ഒരു അവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല.
അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ നേരെ പറഞ്ഞു നമുക്ക് സ്കൂളിൽ ചെന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞു നീ എന്റെ കൂടെ വന്നു, നമുക്ക് ഞാൻ സ്കൂളിൽ പോകാൻ പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു ഞാൻ വരത്തില്ല, മമ്മി തന്നെ പോകും. അങ്ങനെ ഞാൻ സ്കൂളിൽ ചെന്നു. ടീച്ചർമാരോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ അവിടെ വാതിൽക്ക് നിൽക്കുമ്പം എന്നോട് വന്നു ആ ടീച്ചറിന്റെ തന്നെ ഞാൻ ചുരുക്കി പറയാണ്, ടീച്ചറുടെ ആ സ്കൂളിലെ ഡയറക്ടർ എന്റെ മുമ്പിൽ കൂടെ വന്നു. അപ്പം ആ ഡയറക്ടർ എന്നോട് ചോദിച്ചു എന്താണ് നീ ഇവിടെ നിൽക്കുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞിന് എന്തോ വിഷമമുണ്ട്, അവന് ഡോക്ടറെ അടുത്ത് അവന് സ്കൂളിൽ വരാൻ താല്പര്യമില്ല, എന്താ സ്കൂൾ എനിക്ക് അറിയത്തില്ല, സ്കൂളിൽ എന്താ നടക്കുന്നത്, എനിക്ക് അവന്റെ വായിൽ നിന്നൊന്നും കിട്ടുന്നില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചു. അപ്പം അവര് പറഞ്ഞു ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കൊറോണ വന്നു സ്കൂൾ അടച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ആഗ്രഹം നിറവേറ്റിയ പോലെ പിന്നെ ഓൺലൈനിൽ ക്ലാസ് തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അവൻ പഠിക്കാൻ തുടങ്ങി. ദൈവത്തിലെ കൃപയാല് ആ സ്കൂളിൽ ഇതുപോലെ ഞാൻ ടീച്ചർമാരുടെ അടുത്ത് ഇങ്ങനെ മാറി മാറി പോയിച്ച് ഞാൻ സ്കൂളിന്റെ വാതിൽക്ക്, അപ്പൊ ഞാൻ ഇവനെ കൊണ്ടാ പോകുന്നത് എല്ലാ ടീച്ചർമാരുടെ അടുത്തും. പോയിട്ട് സ്കൂളിന്റെ വാതിൽക്ക് നിൽക്കുമ്പോൾ ഇവനോട് പറഞ്ഞു മമ്മി നമുക്ക് സ്കൂൾ മാറണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്കൂൾ മാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല, അത് മാറേണ്ടത് നീയാണ്, സ്കൂളല്ല മാറേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഒരു പ്രാവശ്യം ഞാൻ ഇംഗ്ലീഷ് ടീച്ചറോട് സംസാരിക്കാൻ ഇംഗ്ലീഷ് ടീച്ചറോട് പറഞ്ഞു ഇങ്ങനെ ഇവനെ മാർക്കൊന്നുമില്ല, 14 പ്രാവശ്യം ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇവരോട് ചോദിക്കുമ്പോൾ പറഞ്ഞു ചുമ്മാതെ ടീച്ചർ കള്ളം പറയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കരമായ വിഷമം. ഞാൻ ടീച്ചർ പറഞ്ഞു ടീച്ചർ ഇവൻ മാറും, ഇവൻ നല്ല മാർക്കോടെ ഇത് പാസ്സാകും, മാറും. അപ്പൊ ടീച്ചർ പറഞ്ഞു നീ അല്ല ആ പ്രോമിസ് എനിക്ക് തരേണ്ടത്, അത് അവനാ എനിക്ക് പ്രോമിസ് തരേണ്ടത് പറഞ്ഞു. എന്നിട്ട് അവനോട് പറഞ്ഞു, അവന്റെ മുഖത്ത് നോക്കാൻ പറഞ്ഞു. അവനിങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഇങ്ങനെ എന്നിട്ട് ടീച്ചർമാർ അടുത്ത് പോയേച്ച് ഞാൻ സ്കൂളിന്റെ വാക്ക് വന്നിട്ട് അപ്പൊ അവന്റെ ചേട്ടൻ ശരവൺ പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ്, അവൻ ആ സ്കൂളിൽ നല്ല ക്വാളിഫിക്കേഷൻ പാസ്സായതാണ്. അപ്പൊ അവനെ കുറിച്ച് നല്ലൊരു റിസൾട്ട് ആണ് അവിടുത്തെ സ്കൂളിലുള്ളത്. അപ്പൊ ഇവൻ എന്നോട് ഇങ്ങനെ പറയും സ്കൂൾ മാറണമെന്ന് പറഞ്ഞാൽ ഞാനിത് പറഞ്ഞു നീ ആണ് മാറേണ്ടതെന്ന് പറഞ്ഞു വെച്ച് ഞാൻ ഈ സ്കൂളിന് വായിക്കുന്നോട് പറഞ്ഞു കർത്താവ് ഈ സ്കൂളിൽ നിന്ന് ഇവൻ ഏറ്റവും നല്ല മാർക്കോടെ പാസ്സായി ഇറങ്ങിപ്പോന്നു, ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ ഈ സ്കൂൾ മാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞേച്ച് ഞാൻ ആ സ്കൂളിൽ നിന്ന് അന്ന് പോന്നു. പിന്നെയും അത് കഴിഞ്ഞ് കൊറോണ വന്ന് സ്കൂൾ അടച്ചു. ദൈവം കൃപയാല് പിന്നെ പഠിക്കാൻ തുടങ്ങി, നല്ല മാർക്കുകൾ. അങ്ങനെ 10ാം ക്ലാസ്സിൽ ദൈവത്തിന്റെ കൃപയാല് നല്ല ക്വാളിഫിക്കേഷനോട് പാസ്സാകുവാൻ ദൈവം സഹായിച്ചു. ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ കത്തോലിക്ക ചർച്ച വെച്ചാണ് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അപ്പൊ ആ ചർച്ചയിൽ നിന്നുകൊണ്ടാണെങ്കിൽ ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു. കർത്താവ് നമ്മുടെ ഓരോ ചെറിയ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ പോലും ദൈവം നിറവേറ്റുന്ന കർത്താവാണ്. അങ്ങനെ ഇന്ന് ദൈവത്തിന്റെ കൃപയാലവന് 13ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് അവൻ എന്താ പഠിക്കണമെന്ന് അറിയത്തില്ല, അങ്ങനെ മുമ്പോട്ട് പോന്നു. പിന്നെ ചർച്ചിന്റെ വിഷയം ഇതുവരെ പറഞ്ഞു തുടങ്ങിയില്ല. അങ്ങനെ ഞങ്ങള് തമിഴ് ചർച്ചിൽ ആരാധിച്ചുകൊണ്ടിരുന്നു. ഷായ്ച്ചാനും തമിഴ് ചർച്ചിൽ ഇങ്ങനെ ആരാധിച്ചു. ദൈവത്തിന്റെ കൃപയാൽ ചെറുകെ അവിടുത്തെ തമിഴ് ചർച്ചില് പ്രിൻസ് തോമസ് പുള്ളി 2 വർഷം ആ പാസ് 2 വർഷം മുമ്പേ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ആ പാസ് ഞങ്ങളെ ചെറുകെ വളർത്തി. എല്ലാം ഞങ്ങൾക്കൂടെ കുറെ മലയാളി കൂട്ടുകാരുണ്ടായിരുന്നു, കാരണം നമ്മുടെ കസിൻസ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന പോലെ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചു, ഇസഹാക്കിന് അത് പെലിസ്ത്യർ വന്ന് മൂടി, ഇസഹാക്കിന്റെ കാലത്ത് വീണ്ടും കുഴിച്ചു എന്ന് പറഞ്ഞ പോലാണ് ജർമ്മനിയിലെ സഭ. കാരണം ഈ ഞാൻ പറഞ്ഞില്ലേ ചാച്ചന്റെ കസിൻ എന്ന് പറഞ്ഞ ആ അങ്കിളൊക്കെ ഞാൻ ജർമ്മനിക്ക് വരുന്നത് 95-ലാണ്. ഞാൻ ജർമ്മനിക്ക് വരുമ്പോൾ അവരൊക്കെ പുതിയ വിശ്വാസികളാണ്, വളരെ പുതിയ വിശ്വാസികളാണ്. അപ്പൊ അവരൊന്നിങ്ങനെ ആഭരണമൊക്കെ ഇട്ട് അങ്ങനെ നല്ല പുതിയ വിശ്വാസത്തിൽ നല്ല തീഷ്ണത അവർക്ക്. അപ്പൊ അവരും പല ആൾക്കാരെ ദൈവദാസന്മാരൊക്കെ വിസിറ്റിംഗ് വരും, അവരെ വിളിച്ച് വീട്ടിൽ പ്രാർത്ഥന വെച്ചിട്ട് പലയിടത്തുനിന്നും കത്തോലിക്കായിട്ടുള്ള വിശ്വാസികളെ കാറ് വിട്ട് വിളിച്ചുകൊണ്ട് വന്ന് അവരെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് വചനം കേൾപ്പിക്കും. അപ്പം ഞങ്ങളൊക്കെ ആണെന്ന് വെച്ചാൽ പാട്ട് പാടും. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, ഹിന്ദുക്കളായിട്ടുള്ളവരെയൊക്കെ നമ്മൾ കട സംബന്ധമായി പരിചയമുള്ളവരെയൊക്കെ വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ വെക്കും. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടത് പല പ്രാവശ്യം അങ്ങനെ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥന വെക്കുകയൊക്കെ ചെയ്തു. തുടർന്ന് ഞാൻ തമിഴ് സഭയിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്നൊരു ആഗ്രഹം വന്നു, നമുക്കൊരു മലയാള ആരാധന തുടങ്ങണം. അങ്ങനെ ആരാധന തുടങ്ങണമെന്ന് ആഗ്രഹം വന്നപ്പോൾ നമ്മള് കടയ്ക്കലെ ബേബി പാസ്റ്റർ, അന്ന് കടയ്ക്കൽ കുടുംബത്തിൽ നിന്ന് ആദ്യ വിശ്വാസത്തിൽ ഇറങ്ങിയ ഒരു ദേവദാസനാണ്. പുള്ളി വിശ്വാസത്തിന് വേണ്ടി ഒത്തിരി വില കൊടുത്ത് നിന്ന ആളാണ്. പാമ്പ് കടിച്ചിട്ട് പോലും മരുന്നെടുക്കാതൊക്കെ നിന്ന വ്യക്തിയാണ്. ചർച്ച് ഓഫ് ഗോഡിലാണ് ഇന്ന് ദേവദാസനും കർത്തൃസഭയിൽ ചേർക്കപ്പെട്ടു. ദേവദാസന്റെ മകന് ചർച്ച് ഓഫ് ഗോഡിൽ എനിക്ക് തോന്നുന്നു യൂത്ത് മീറ്റിങ്ങിലൊക്കെ മെയിൻ ആയിട്ട് നിൽക്കുന്നുണ്ട്.
ഷിബു എന്നാണ് തോന്നുന്നു. ആ പാസ്റ്റിനെ 3 വർഷത്തേന് ഇവിടെ ജർമ്മനിയിലേക്ക് സ്പോൺസർ ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങള് ഡുസൽഡോഫ് എന്ന സ്ഥലത്ത് ഒരു ചെറിയ പ്രാർത്ഥന തുടങ്ങി. ആ അനുഭവത്തിലൂടെയും ചിലര് വിശ്വാസത്തിലേക്ക് വരുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ 3 വർഷം കഴിഞ്ഞപ്പോൾ ദേവദാസിന് ഇവിടെ വീസ നീട്ടി കിട്ടിയില്ല. ദേവദാസൻ തിരിച്ച് മടങ്ങിപ്പോയി. എന്നാൽ അതിന് മുമ്പിൽ നിൽക്കാനായിട്ട് ആരും മുൻപോട്ട് വന്നില്ല. കാരണം ഇവിടെ തമിഴ് ചർച്ചിലാണ് ഞങ്ങൾ പൊക്കോണ്ടിരുന്നത്. അപ്പൊ തമിഴ് ചർച്ചിൽ ഇറങ്ങിയാണ് ഞങ്ങൾ ഇങ്ങനെ മീറ്റിംഗ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടും ഈ ദേവദാസ് വിസ കിട്ടാതിരുന്നപ്പോൾ വീണ്ടും ഞങ്ങൾ തിരിച്ച് ഈ തമിഴ് ചർച്ചിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഞങ്ങൾ തമിഴ് ചർച്ചിൽ വീണ്ടും ഞങ്ങൾ തമിഴ് ചർച്ചിൽ തുടർന്ന് കൊടുത്തു. അവിടെയൊക്കെയുള്ള മലയാളികളും അവിടെ വന്നു ആരാധിച്ചു കൊണ്ടിരുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന, അതുപോലെ ഞങ്ങൾ പറഞ്ഞ എബ്രഹാം പുത്തമ്പരയ്ക്കൽ എന്ന് പറഞ്ഞ ആ കുഞ്ഞാച്ചന്റെ മക്കള്, മോന് ആനന്ദ് പുത്തമ്പരയ്ക്കൽ ഇന്ന് ഇംഗ്ലണ്ടിൽ ശുശ്രൂഷിക്കുന്ന ദേവദാസൻ അമേരിക്കയിൽ പോയി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അവർക്കുള്ള ദൈവവിളി ഇംഗ്ലണ്ടിലാണെന്നുള്ള ദേവദാസനുള്ള ദൂത് അനുസരിച്ച് അവരിവിടുന്ന് മാറിപ്പോയി. അതുപോലെ അവരിവിടുന്ന് അങ്ങോട്ട് മാറിപ്പോയി. അതുപോലെ നമ്മുടെ കുഞ്ഞാച്ചന്റെ പെങ്ങടെ മക്കള് അവരും 2 പേര് ലണ്ടനിലോട്ട് മാറിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് മലയാളി ലേഡീസുകൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം. ഇവരൊക്കെ പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്റെ കൂടെ കുറച്ച് പേര് പ്രാർത്ഥിക്കാനായിട്ട് കുറച്ച് സഹോദരിമാരുണ്ടായിരുന്നു. അവരെയും കർത്താവ് നീ എന്നിൽ നിന്ന് മാറ്റിയല്ലോ, എനിക്ക് ആരും ഇല്ലല്ലോ കൂടെ പ്രാർത്ഥിക്കാൻ. പിന്നെ ഞാൻ തമിഴ് ചർച്ചിൽ അവിടെയുള്ള ലേഡീസിനെ കൂട്ടിച്ചേർത്ത് ഞങ്ങൾ തമിഴ് ചർച്ചിൽ പോയിരുന്നു പ്രാർത്ഥിക്കായിരുന്നു, ആഴ്ചയിൽ ഒരു ദിവസം. അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 2000 അങ്ങനെ പല പ്രാവശ്യം മലയാള ആരാധനയായി കൂടി ക്രിസ്ത്യൻ മതം ഓടും. പിന്നെ അങ്ങനെ പല പ്രാവശ്യം ഓടി. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ തന്നെയായി. പിന്നെ കുറച്ച് മലയാളികളൊക്കെ ഉള്ളവരൊക്കെ ദൂരമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഷായ്ച്ചാൻ ഒരു ദിവസം പറഞ്ഞു, നമുക്ക് ഞങ്ങള് വീട്ടിൽ ഇരുന്ന് തമിഴ് ചർച്ചിൽ ആരാധന കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ പ്രാർത്ഥന മുറി വന്നിരുന്ന് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കും. പിള്ളേർക്ക് ആഹാരം കൊടുത്ത ശേഷം ഒരു 2 മണി മുതൽ 4 മണി വരെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് 2011 ഷായ്ച്ചാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പറ്റത്തില്ല, നമുക്ക് തമിഴ് ചർച്ചിന്റെ ഹോള് പാസ്റ്ററോട് ചോദിച്ചിട്ട് നമുക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. തമിഴ് ആരാധന കഴിഞ്ഞിട്ട് മതി അവിടുന്ന് പ്രാർത്ഥിക്കാൻ. കാരണം തമിഴ് ചർച്ചിൽ നിന്ന് പെട്ടെന്ന് പോകാന്ന് പറഞ്ഞാൽ അവർക്കൊട്ടും താല്പര്യമില്ല നമ്മളെ വിടാന്. അപ്പം ഞങ്ങൾ ഓർത്തു, ഓക്കെ അങ്ങനെ ഇന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ എനിക്ക് ഈ ദേവദാസന്മാരുടെ അനുഭവം ഞാൻ ഒത്തിരി കണ്ടതാണ്. കാരണം ദേവദാസന്മാർ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം വന്നിരിക്കും, അവർ പോകും. അതുപോലെ അവർക്ക് ഉണ്ടാകുന്ന നിന്ന പരിഹാസങ്ങള്, അവര് ദേവദാസന്മാരുടെ പ്രശ്നങ്ങളും അവരുടെ ഇതൊക്കെ കണ്ട് ഞങ്ങള് അങ്ങനെ ഞാനിവിടെ എല്ലാ കാര്യം ഇത് യൂട്യൂബിൽ ചാനൽ വരുന്നതാണ്, ഞാൻ എല്ലാ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒത്തിരി ദേവദാസന്മാരുടെ വേദന കണ്ടതാണ്. അതിന് മറ്റും ഞങ്ങളും അതിനെ സംബന്ധിച്ച് ഞങ്ങളും ദേവദാസന്മാരെ കൂട്ടുനിന്നതിന് കാരണം ഞങ്ങളും അതിൻ്റെതായ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാനും, ഒരു ദേവദാസന്റെ ഭാര്യയാകാനോ ദേവദാസനാകാനോ ഞാൻ വരത്തില്ല. ഷായ്ച്ചാൻ പ്രാർത്ഥിക്കണമെങ്കിൽ ഞാനുണ്ട് കൂടെ. പക്ഷെ ഏത് സഭയിൽ പോയാലും ആ സഭയ്ക്ക് ഞാൻ എന്നാലാവുന്നത് ഞാൻ ചെയ്യും. പക്ഷെ ഞാൻ ഒരു സഭയ്ക്ക് മുമ്പിലോട്ട് വരാൻ ഞാൻ ഒരിക്കലും റെഡി അല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഷായ്ച്ചാൻ പറഞ്ഞു, ഓക്കെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ റൂം എടുത്ത് ഞങ്ങൾ ഇങ്ങനെ 5 പേര്, ഞങ്ങൾ 3 പിള്ളേരും ഞങ്ങൾ 2 പേര്, ഞങ്ങൾ 5 പേര് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തമിഴ് ചർച്ചിൽ തന്നെ വന്ന ഒരു മലയാളിയെ അവിടെയുള്ള തമിഴ് ചർച്ചക്കാരെ തന്നെ പറഞ്ഞു, ഇവിടെ ഒരു മലയാളിക്കൂടെ വരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നിനക്ക് അവിടെയോട് പോയിരുന്ന് പ്രാർത്ഥിക്കത്തില്ലെന്ന്. അങ്ങനെ ഒരു സഹോദരൻ വന്നു. അങ്ങനെ ചെറിയ ഓരോരുത്തർ വരാൻ തുടങ്ങി. അങ്ങനെ 2013 ആയപ്പം 1 വർഷമായി. പിന്നെ 2014 2 വർഷമായി. അങ്ങനെ 2 ആനിവേഴ്സറി ഞങ്ങളിവിടെ 2 ആനിവേഴ്സറി അവിടെ ഞങ്ങൾ ആഘോഷിച്ചു. ഇപ്പം തമിഴ് ചർച്ചിൽ നോക്കുമ്പോൾ ഇവർ വളരുന്നത് അവർ കാണുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ശത്രു അവിടെയും ഭിന്നത ഉണ്ടാക്കി. പെട്ടെന്ന് മീറ്റിംഗ് കൂടി. പെട്ടെന്ന് ചർച്ചിൽ നിന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം മാറിപ്പോയി. വീണ്ടും ഞങ്ങൾ തന്നെയായി. അപ്പൊ ഞാൻ ഇതെല്ലാം നടക്കുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് ദിവസം പ്രാർത്ഥിച്ചു. എനിക്ക് ഭയങ്കരമായ വിഷമം. ഞാൻ ഓടിച്ചത് പ്രാർത്ഥന മുറി ചെറിയ കഥ അടച്ചു. ഞാൻ ദിവസം പോയി കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ബൈബിൾ തുറക്കും. ദൈവം എന്നോട് ഒരു വചനം ഇടപെട്ടു. എലിശയുടെ കാലത്തും ശിഷ്യന്മാർ വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഇടുക്കമാണ്, ഞങ്ങൾക്ക് ഒരു വിശാലത വേണം. അപ്പം എലിശ പറയുന്നുണ്ട്, നിങ്ങള് കാട്ടിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം വെപ്പി. ഞാനത് അപ്പം ആലയം അങ്ങനെ പറഞ്ഞപ്പോ അതിലൊരുത്തൻ പറഞ്ഞു, നീ എലിശ ഞങ്ങളുടെ കൂടെ വന്നാലേ ഞാൻ പോകത്തുള്ളൂ. അപ്പൊ എലിശ കൂടെ ചെന്നു.
എന്നിട്ട് മഴു കടം വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. മഴു വെച്ച് വെട്ടുമ്പം ആ മഴു ഊരി വെള്ളത്തിൽ വീഴുന്നു. വെള്ളത്തിൽ വീഴുമ്പോൾ എലിശ അയ്യോ എലിശ പറയുന്നുണ്ട്, ആ പ്രവാചക ശേഷം പറയുന്നുണ്ട്, അയ്യോ ഇത് കടം വാങ്ങിച്ചായിരുന്നു, അത് വെള്ളത്തിൽ പോയി എന്ന് പറയുമ്പം എലിശ ചോദിക്കുന്നത് അത് എവിടാ വീണേന്ന്. അപ്പൊ പറഞ്ഞു ഇന്ന സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടെ ഒരു കമ്പ് വെട്ടിയിട്ടപ്പോ ഇരുമ്പ് പൊങ്ങി വന്നു. അപ്പൊ അത് ഭയങ്കരമായിട്ട് എന്നെ ഞാൻ ഈ ഒറ്റ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവെ കടം വാങ്ങിച്ചായിരുന്നു, അത് വെള്ളത്തിൽ പോയി, കടം വാങ്ങിച്ചത് വെള്ളത്തിൽ പോയപ്പോൾ ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞു. കാരണം എനിക്ക് അതിന്റെ അർത്ഥം നേരത്തെ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഡേറ്റ് എഴുതി വെച്ചു, പ്രാർത്ഥിച്ചു. ഇന്ന് ഞാൻ അതെല്ലാം മനസ്സിലാക്കുന്നു. കാരണം നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. കാരണം ഒരു കമ്പ് വെട്ടിയിട്ട് ഒരിക്കലും ഇരുമ്പ് പൊങ്ങി വരത്തില്ല വെള്ളത്തിൽ. ആ ഇരുമ്പ് വെയിറ്റ് ഉള്ള സാധനം, അത് ഒരിക്കലും വെള്ളത്തിൽ പൊങ്ങി വരത്തില്ല. പക്ഷേ എവിടെ പോയി എന്ന് എവിടെ നമ്മുടെ ജീവിതത്തിൽ എവിടെ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ഉള്ളത് സമ്മതിക്കുമെങ്കിൽ കർത്താവ് അവിടെ ആ വെള്ളത്തിൽ അതിൽ ഇരുമ്പ് പൊങ്ങി എടുക്കാൻ ദൈവശക്തനാണ്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്നെ അന്ന് ഒരു സത്യം പറഞ്ഞ അന്ന് ഒരു ദേവദാസൻ ഉണ്ട് ഇവിടെ വീട്ടില്. ആ ദേവദാസനാണ് എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തി, ഭയപ്പെടാതിരിക്കെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഞാൻ തമിഴ് സഭയിൽ നല്ല ഇതിൽ നിന്ന് അവിടുന്ന് ആ ദേവദാസനോട് അനുവാദം വായിച്ച ദേവദാസൻ ഞങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചാണ് വിട്ടത്. അപ്പൊ അവർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അവിടെ ഷായിച്ചാൻ പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് പാസ്റ്റർ വിടണോന്ന് പറഞ്ഞു. ഞങ്ങളെ ആ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന ദിവസം ആ സഭയിൽ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു, എല്ലാവരും കരച്ചിലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ നിന്ന് വരുന്നത്. അപ്പൊ ഞാൻ ദൈവത്തോട് വിളിച്ചു, കർത്താവ് എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ ആ തമിഴ് ചർച്ചക്കാരുടെ മുമ്പിൽ തന്നെ, അവരുടെ മുമ്പിൽ തന്നെ ഞങ്ങൾ നാണം കെട്ടുപോയല്ലോ കർത്താവെ. ഇത്രയും പേര് ഒന്നിച്ചു കൂടിയിട്ട് എല്ലാവരും ഒന്നിച്ചു പോയി കഴിയുമ്പോൾ അവരോർക്കത്തില്ലേ ഇവരെ തന്നെ കുറ്റം, അതുകൊണ്ട് അവരെല്ലാം വിട്ടിട്ട് പോയെന്ന് ഓർക്കത്തില്ലേ, എന്തിനാ ദൈവമേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ കർത്താവ് എന്നോട് ഒത്തിരി വചനത്തോടെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ദൈവം വേറൊരു വചനത്തോടെ എന്നോട് സംസാരിച്ച ഒരു വചനമാണ്, ഹോബിയായ കർത്താവ് ഉയരമുള്ള ദേവദാരുവിന്റെ ഒരു വൃക്ഷത്തിന്റെ ഇളം ചില്ലികളുടെ അറ്റത്തുനിന്ന് ഞാൻ ഒരു ശിഖരം എടുത്ത് ഞാൻ ഇസ്രായേൽ പർവ്വതത്തെ നിലമേൽ നടും, അതൊരു വൃക്ഷമായി തീരും, അതിന്റെ ചിറയിന് കീഴിൽ പലവിധ പക്ഷികൾ വന്ന് പാർക്കും എന്ന്. അപ്പൊ ആ വചനം എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അവിടുന്ന് ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇതെന്തുവാണ്, ഇതെനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പല പ്രാവശ്യം വായിച്ചു. അപ്പൊ ദൈവം പറഞ്ഞു, നീ റോസക്കമ്പ് എടുക്കുവാണ്, എന്ത് കമ്പ് എടുക്കും? തഴച്ച കമ്പ്. തഴച്ച കമ്പ് കൊണ്ടേ കിളുക്കത്തുള്ളൂ. ആ തഴച്ച കമ്പ് ഇളം കമ്പിന് ഒരിക്കലും ഈ ലോകത്തിലെ കാറ്റ്, മഴ, ഇതൊന്നും അഴക്കാനുള്ള ഇളം ചില്ലിനുള്ള ശക്തിയില്ല, അത് ഒരിക്കലും പൊട്ടിക്കിളുക്കത്തില്ല. പക്ഷെ ഈ തഴച്ച കമ്പാണെങ്കിൽ അത് പൊട്ടിക്കിളുക്കും. പക്ഷെ നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല എന്റെ വഴികൾ. അപ്പം ദൈവത്തിന്റെ വിചാരം നമ്മുടെ വിചാരത്തേക്കാൾ ആകാശ ഭൂമിക്ക് మీద ഉയർന്നിരിക്കുന്ന പോലെ ദൈവത്തിന്റെ വിചാരം നമ്മുടെ വിചാരങ്ങളെക്കാൾ ഉയർന്നിരിക്കുന്നു എന്നുള്ള ആ വചനം. അപ്പൊ ഇതൊക്കെ അതിന്റെ ചിറകിൽ പലവിധ ചിറകുള്ള പക്ഷികൾ വന്ന് പാർക്കുമെന്ന് ഉള്ള വചനം ദൈവം ഇടപെട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളും തമിഴ് ചർച്ചിൽ നിന്നുള്ള 2 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് മാറി. ദേവദാസ് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ വേറെ എടുത്തോട്ട് നമുക്ക് തന്നെയായിട്ട് ഒരു ഹോൾ എടുത്ത് പ്രാർത്ഥിച്ചു വന്നു. അപ്പോഴവിടെ ഒത്തിരി ആഫ്രിക്കൻസ് അതൊരു ടൗണിലായിരുന്നു. അപ്പൊ പല ആഫ്രിക്കൻസ് കയറി വന്ന് അങ്ങനെ അവരെ സ്നാനപ്പെടുത്താനും അവരുടെ കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കാനും ഒക്കെ ദൈവം സഹായിച്ചു. അപ്പോഴാണ് എനിക്ക് ഈ അർത്ഥത്തിലെ പല ചിറകുള്ള പക്ഷികൾ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെയാണല്ലോ ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ദൈവം ഞങ്ങളെ അവിടെ വളർത്തി. ദൈവം പിന്നെ ചെറിയ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നു. ഇന്ന് അവിടെ കുറെ നാളുകൾ ഞങ്ങൾ ഇങ്ങനെ ഒരേ അവസ്ഥയിൽ പോയി. കാരണം ആൾക്കാരും വരുന്നില്ല ഒരേ ബെഞ്ചിൽ. അപ്പൊ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവ് ഞങ്ങള് അടുത്തു പോകാം. കാരണം പല അനുഭവം ദൈവം തന്നുകൊണ്ട് നമുക്ക് മനസ്സിലായി. കർത്താവിനോട് പല പ്രാവശ്യം ചോദിച്ചപ്പോൾ കർത്താവ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, പല വചനത്തോടും ദൈവം സംസാരിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു ബെഞ്ചിലിരിക്കാനുള്ള ആൾക്കാരേ ഉള്ളൂ. അന്നേരം ആ സമയത്തും പല ദേവദാസന്മാർ ഞങ്ങളുടെ അടുത്ത് വന്ന് അമേരിക്കയിൽ നിന്നൊക്കെ പ്രമുഖരായ ദേവദാസന്മാരൊക്കെ ജർമ്മനി വിസിറ്റ് ചെയ്യാൻ വരുമ്പം ഞാൻ ഇന്റർനെറ്റിൽ കണ്ട് ഞങ്ങളെ വിളിച്ച് ഇവിടെ ആരാധനയ്ക്ക് ഞങ്ങളുടെ അടുത്ത് വന്ന് മെസ്സേജ് ഒക്കെ കൊടുക്കും, അങ്ങനെ കൊടുക്കും. അപ്പൊ ഞാൻ ഓർക്കാൻ ദൈവം ഞങ്ങളോട് കൂടെ, ഞങ്ങൾ എങ്ങനെ നിൽക്കും, പക്ഷെ ഞങ്ങൾ കൂടെ ഉള്ളവർ മടുത്തു പോകത്തില്ല കർത്താവ്. ഇങ്ങനെ കുറച്ച് ആൾക്കാരായിരുന്നാല് ദൈവം ഈ ജനത്തെ അയക്കണം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു കൊടുക്കും. പക്ഷെ ദൈവം അടിസ്ഥാനം വിട്ട് പണിയുമായിരുന്നു അന്ന് നമുക്ക് നന്നായി മനസ്സിലായി. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഇതുവരെയും കൊണ്ടുവന്നു, ദൈവം നിർത്തി. കഴിവെന്ന് പറയാൻ കഴിവൊന്നുമില്ല കർത്താവിന്റെ കൃപ. ഞാൻ ദൈവത്തോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, കർത്താവെ ഞങ്ങള് ബൈബിൾ സ്കൂളൊന്നും പഠിച്ചതല്ല, എങ്ങനെ കർത്താവ് പോവും, എങ്ങനെ നടത്തും? അപ്പൊ ഒക്കെ ദൈവം എന്നോട് വചനത്തോടെ ദൈവം സംസാരിച്ചു. ഈ ജ്ഞാനം എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കത്തക്കണം ദൈവം അത്ഭുതം ചെയ്യും. ഞാനാണ് വിളിച്ചത്, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള വചനങ്ങൾ തന്ന് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഷായ്ച്ചനെ സംബന്ധിച്ച് ഷായ്ച്ചന് നല്ല ധൈര്യമുണ്ട്.
ഞാൻ ചോർന്നു പോയാലും ഷായിച്ചൻ എന്നെ ബലപ്പെടുത്തും. പല പ്രാവശ്യം ഞങ്ങളുടെ ജീവിതത്തിൽ സഭയുടേതായ ചില പ്രശ്നങ്ങളും പ്രതികളും ഒക്കെ ജീവിതത്തിൽ വന്നപ്പോഴും ഞാൻ പലപ്പോഴും പറഞ്ഞു, ഷായിച്ചൻ മതി നമുക്ക്. അപ്പൊ ഷായിച്ചോട് പറഞ്ഞു, നീ മിണ്ടാതിരിക്കെ, ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നടത്തും എന്ന് പറഞ്ഞ് വചനമൊക്കെ ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതായി പോകുന്ന അവസ്ഥകൾ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇന്ന് ദൈവം ഇതുവരെ നടത്തി. ഇന്ന് ഈ ജർമ്മനിയിലെ പല ഭാഗത്ത് ഞങ്ങൾ ഓരോ ദൈവത്തിന്റെ കൃപയാല് ഞങ്ങൾക്ക് ഓരോ ആഴ്ചയും ഞങ്ങൾക്ക് ഓടാന് ഒരു 300 കിലോമീറ്റർ മേലെ ആണ് ഓടുന്നത്. കാരണം ബെർലിനിൽ പോകണമെങ്കിൽ ഒരു 500 കിലോമീറ്റർ ഉണ്ട്. അവിടെ ഒരു ചർച്ച ഉണ്ട്. എല്ലാ ആഴ്ചയും ഞങ്ങൾ ഓരോ ചർച്ചിലും പോകണം. കാരണം തിരുവത്താഴം ചർച്ചകളിൽ കൊടുക്കണമെങ്കിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ചർച്ച് വിസിറ്റ് ചെയ്യണം ഞങ്ങൾക്ക് ആഗ്രഹം. പക്ഷെ പലപ്പോഴും അത് കഴിയുന്നില്ല. കാരണം ഒരു മാസത്തിൽ കവർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ദൈവം നടത്തുന്നു. ഇതിനിടയ്ക്കും ഞങ്ങൾക്ക് ഭയങ്കരമായ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്ന വേറൊരു വണ്ടിയെ ചെന്നിടിച്ചു. ആ വണ്ടിയിലും ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും വേറൊരു സഹോദരനും പിന്നെ 3 വയസ്സുള്ള ഒരു കുഞ്ഞും. എന്നാൽ അവിടെയും ദൈവത്തിന്റെ കരം താങ്ങി. വണ്ടി തകർന്നു പോയി. ആ വണ്ടി ഇനിയും അത് കളയാനേ കൊള്ളത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ അതേ സമയത്ത് ആ സ്ഥാനത്തും ഞങ്ങൾ ആ വണ്ടി തിരിച്ചു കൊണ്ടുവന്നു. അത് റിപ്പയർ ചെയ്ത് ഇന്നും അത് ഓടുന്നു. അവിടെയും 2 എയർ ബാഗും പൊട്ടി. പക്ഷെ ഞങ്ങളുടെയൊക്കെ ഒരു പോറൽ പോലും വെക്കാതെ ദൈവം കാത്തു. ദൈവത്തിന്റെ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിർത്തിയ ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് പല കുഞ്ഞുങ്ങൾക്കും ആശ്വാസമായി മാറുവാൻ ദൈവം സഹായിച്ചു. എല്ലാം ദൈവത്തിന്റെ സ്നേഹം. ദൈവത്തിന്റെ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പറയാം പാസ്റ്ററെ. കർത്താവിന്റെ കൃപയാൽ ഇതുവരെ എത്തിച്ചു പാസ്റ്ററെ. ജാൻസി പറഞ്ഞതുപോലെ 8 ചർച്ച് ഈ രാജ്യത്തും, സ്വീഡൻ, ലിത്വാനിയ, യൂറോപ്പിൽ തന്നെ വേറെ 2 ചർച്ചുകളുണ്ട്. ദൈവം ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഈ രാജ്യത്ത് 16 സ്റ്റേറ്റ് ഉണ്ട്. 16 സ്റ്റേറ്റിലും കർത്താവ് എന്ന് വെച്ചാൽ ആരാധന തുടങ്ങണം. അനേക യുവജനങ്ങൾക്ക് കർത്താവിന്റെ കൃപയാൽ ഒരു തണലായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ ഒരു 15 പിള്ളേര്, 17 അങ്ങനെ പല യുവജനങ്ങൾ ദൂരെ നിന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരും. അവർക്കൊക്കെ കൃപയാൽ ഒരാശ്വാസമായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവം ഇതുവരെ എത്തിച്ചു. ബിസിനസ് ചെയ്യാനാണ് ജർമ്മനി പോയത് അല്ലേ? എന്നാല് കർത്താവിന്റെ വേലക്കാരൻ ഇൻ ഗോഡ്സ് ബിസിനസ് എന്ന് പറയാം. ദൈവത്തിന്റെ ബിസിനസ്സിലാകുവാൻ ദൈവം സഹായിച്ചു. ഇപ്പൊ കർത്താവിന്റെ കൃപയാല് ബിസിനസ് 18 വർഷം ഒരു നല്ല ബിസിനസ് ചെയ്തു. ഈ ഡിസംബർ 31 കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി. ശരി. അപ്പൊ 2025 ഒരു പുതിയ തുടക്കത്തിന്റെ വർഷമാണ് അല്ലേ? ഓ, സ്തോത്രം. ജർമ്മനിയിൽ 8 സ്ഥലങ്ങളിൽ, അതിന് പുറമെയാണ് സ്വീഡനിലും ലിത്വാനിയയിലും. അതെ, ലിത്വാനിയയിൽ ഇതിനെ പോകാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഈ വർഷം ഞങ്ങൾ അത് പോകാനായിട്ടിരിക്കുകയാണ്. സ്വീഡനിൽ ഞങ്ങൾ 2-3 പ്രാവശ്യം പോയി. അവിടെ ദേവദാസൻ എബ്രഹാം പറഞ്ഞ് അതും ഒരു കൊറോണ സമയത്ത് ഭയങ്കരമായ ഒരു വേദനയോട് പോകുന്ന സമയത്താണ് ആ മകനെ പരിചയപ്പെടാനും അവര് ഞങ്ങളെ തേടി വന്നു. എബ്രഹാം എന്ന് പറഞ്ഞ പ്രിയ മകനും മകന്റെ പെങ്ങളും കൂടെ ഞങ്ങളെ തേടി വന്നു. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അവരെ. ഒരു ഭയങ്കരമായ ഒരു വിഷമത്തിലിരിക്കുന്ന സമയത്താണ്, ഞങ്ങൾ ഭയങ്കരമായ വിഷമത്തിലിരിക്കുന്ന സമയത്ത് അവര് ഞങ്ങളെ തേടി വന്നു. അപ്പം അവര് വിളിച്ചു. അപ്പൊ ഷാജിയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കൊച്ചു വിളിച്ചു, നീ അവളോട് സംസാരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനേ തകർന്നിരിക്കുക, ഞാൻ എന്തോ അവരോട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ദൈവം എന്നെ അന്ന് ബലപ്പെടുത്തിയ വചനം അവരോട് പറഞ്ഞു. അപ്പൊ അവർക്ക് അത് ഭയങ്കരമായ എന്തോ അവർക്കത് തോന്നി. അങ്ങനെ അവര് വീട്ടിൽ വന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അവർക്ക് വേണ്ടി ഒരു ദിവസം ഉപവാസം പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കൃപയാല് ഇന്ന് അത് കഴിഞ്ഞിട്ടാണ് ആ മകൾ മുഖേനയാണ് അന്ന് ബെർലിനിൽ ഒരു ആരാധന തുടങ്ങാൻ 2022 മാർച്ച് മാസം 26-ാം തീയതി അവിടെ ഒരു ആരാധന തുടങ്ങാൻ ദൈവം സഹായിച്ചു. ഇന്ന് ബെർലിനില് സത്യം പറഞ്ഞാൽ ഒരു 70-80 കുഞ്ഞുങ്ങളുണ്ട്. കുടുംബങ്ങൾ വളരെ കുറവാണ്. എന്നാൽ അനേക യൗവനക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ബെർലിനാണ് ഇവിടുത്തെ ചർച്ച കഴിഞ്ഞ ബെർലിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. അങ്ങനെ അവിടെ ഒരു ആരാധന തുടങ്ങാൻ ദൈവം സഹായിച്ചു. അതുപോലെ അത് കഴിഞ്ഞപ്പോഴാണ് സ്വീഡനിലും അവിടെ ശുശ്രൂഷിക്കുന്ന എബ്രഹാം പറഞ്ഞ ദേവദാസനാണ്. അവിടെയും ദൈവം വളർത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് അത് യൂറോപ്പിന്റെ പല ഭാഗത്തേക്ക് ഇനിയും പരക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചർച്ചിന്റെ പേരെങ്ങനെയാ പാസ്റ്ററെ?
പാസ്റ്ററെ ബെഥേൽ ഇന്റർനാഷണൽ പെന്തിക്കോസ്റ്റ് ചർച്ച്. ബഥേൽ ഇന്റർനാഷണൽ പെന്തിക്കോസ്റ്റൽ ചർച്ച്. പ്രൈസ് ലോർഡ്. ബെഥേൽ ഇന്റർനാഷണൽ പെന്തിക്കോസ്റ്റ് ചർച്ച്. അതെ, ഇന്റർനാഷണലി തന്നെ അല്ലേ, പല രാജ്യങ്ങളിൽ നാഷണൽ ലെവലിൽ കർത്താവ് സഹായിച്ചു. ആ പേരിട്ടപ്പോൾ വിഷൻ കർത്താവ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, തമിഴ് ആൾക്കാരുണ്ട്, പാകിസ്ഥാൻ ആൾക്കാരുണ്ട്, ആദ്യകാലത്ത് ഒത്തിരി ആഫ്രിക്കൻസ് ഉണ്ടായിരുന്നു, പല ഭാഷക്കാര് വന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പറയാം എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. ദൈവത്തിന്റെ വാഗ്ദത്തം ഞങ്ങൾ ഓരോ വർഷവും സഭയ്ക്ക് വേണ്ടി വാഗ്ദത്തം എടുക്കും. അപ്പൊ ഒരു പ്രാവശ്യം വാഗ്ദത്തം എടുത്തപ്പോൾ ദൈവം തന്ന വാഗ്ദത്തമാണ് ദൈവസഭയ്ക്ക് വേണ്ട എല്ലാ വേലയും ചെയ്യുന്ന ആൾക്കാരെ ഞാൻ നിനക്ക് തരുമെന്നുള്ളൊരു വചനം. അപ്പം ആ വചനം പോലെ തന്നെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളെയാണ് ദൈവം തന്നിട്ടുള്ളത്. എല്ലാവരും ദൈവത്തിന്റെ കൃപയാല് ഞങ്ങൾ പല കാര്യങ്ങൾ മറന്നുപോയാലും അവർ ഞങ്ങളെ വിളിച്ച് ഓർപ്പിക്കുകയും അതിൽ പല യൂട്യൂബിൽ കൂടെ ഞാനിപ്പം വർഷിപ്പൊക്കെയാണ്, സൺഡേ വർഷിപ്പ് യൂട്യൂബിലൂടെ ചെയ്യാനും ഫേസ്ബുക്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും അവര് തന്നെ വന്ന് മുൻപോട്ട് വന്ന് പല ഐഡിയകൾ തന്നു. ഇപ്പൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ ശക്തന്മാരായ യുവജനങ്ങളെ ദൈവം തന്നിട്ടുണ്ട്. അവരുടെ അതാണ് നമ്മുടെ ബലം. സഭയുടെ യൂത്ത് ഉള്ള ചർച്ച ഒരു അനുഗ്രഹം പാസ്റ്ററെ. യൂത്ത് ഉള്ളത് ഒരു വലിയ അനുഗ്രഹം. എന്ത് കഷ്ടത വന്നാലും ആ കഷ്ടത നമ്മൾ കഷ്ടത്തിൽ ഇരിക്കുമ്പം കൊറോണ സമയത്തൊക്കെ ഒത്തിരി വേദന പോയെങ്കിലും ഇന്ന് അതിനെയൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് ആ വേദനയൊക്കെ ഒന്ന് പോകാൻ സഹായിച്ചല്ലോ, പോകാൻ പറ്റിയല്ലോ എന്നോർത്ത് നന്ദി പറയുന്നു. ആ വേദന പോകുമ്പോൾ അതൊന്നും അന്നേരം ഇതായിട്ട് ഈസിയായിട്ട് തോന്നിയില്ല. പക്ഷെ ഇന്ന് അത് സത്യം പറഞ്ഞാൽ അതോർത്ത് നന്ദി പറയുന്നു. കർത്താവ് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ദൈവം തന്നല്ലോ എന്നോർത്ത് ദൈവത്തിന് സ്തോത്രം. ഒത്തിരി സന്തോഷം. ഇത്രയും സമയങ്ങളെ പാസ്റ്ററും പ്രിയ ജൻ സിസ്റ്ററും ഞങ്ങളോടൊപ്പം പങ്കുവെച്ചതിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും വിട്ടുപോയ അനുഭവം ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാസ്റ്റർ തന്നെ പ്രാർത്ഥിച്ച് ബെനഡിക്ഷൻ പറഞ്ഞാട്ടെ. എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരത്താലൊക്കെ ആയിരിക്കുന്നവർക്ക് ഒരു വിടുതലും സൗഖ്യമൊക്കെ ഉണ്ടാകട്ടെ. പാസ്റ്റർക്ക് തന്നെ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഇന്ന് സന്ധ്യാസമയം അല്പസമയം പ്രിയ ദേവദാസനോടും കുടുംബത്തോടുകൂടെ ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിന്റെ പാതപീഠത്തിലായിരിക്കാൻ ദൈവ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ വലിയ സ്നേഹത്തിനായി സ്തോത്രം. ഈ സാക്ഷി കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹവും ദൈവത്തിന്റെ പ്രവൃത്തിയും വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കുമ്പടിയായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, പിതാവ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദേവദാസന്റെ ശുശ്രൂഷയെ ദൈവപ്പെടുന്നു മാനിക്കുമ്പടിയായി പ്രാർത്ഥിക്കുന്നു. അനേക ആയിരങ്ങൾക്ക് കർത്താവെ പ്രിയ ദേവദാസൻ കൂടെ ആമേൻ ആ ശുശ്രൂഷ അനേകർക്ക് ജീവൻ പകരുന്ന ജീവനുള്ള സാക്ഷി കേൾക്കുവാൻ കർത്താവെ അടിയൾക്കും അതൊരു മുഖാന്തരമാക്കി മാറ്റിയ ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദേവദാസന്റെ ശുശ്രൂഷയെ ദൈവം മാനിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ജനത്തിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതമായ യേശു ക്രിസ്തുവിന്റെ കരം തൊട്ട് കർത്താവ് ഇങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി അവരും ദൈവത്തിലേക്ക് തിരുവാൻ കർത്താവെ മുഖാന്തരം ഒരുക്കി തരുമ്പടിയായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അടിയനെയും താഴ്ത്തി തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും പ്രത്യേകിച്ച് പ്രിയ ദേവദാസനോടും കുടുംബത്തോടും ശുശ്രൂഷയോടും കർത്താവിന്റെ വരെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു സിസ്റ്ററെ. ഇത്രയും സമയങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിൽ പ്രേക്ഷകരോടുള്ള നന്ദി പറയുന്നത് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത വീക്കിൽ വെൻ ഫോർ ജീസസിൻ്റെ ഒരു പുതിയ സെഷനിൽ നാം കടന്നു വരെയും കർത്താവ് തൻ്റെ കൃപയ്ക്കുള്ളിൽ എല്ലാവരെയും മറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു.